Good morning, students. SD-ലെ തേർഡ് മൊഡ്യൂളിലോട്ടാണ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ഡിസൈൻ ഓഫ് ബീംസ് അത് അത്യാവശ്യം തറയായിട്ട് പഠിക്കണം. അതിലെ സ്റ്റെപ്സുകൾ ഓർത്തു വെക്കണം. അതൊന്ന് വായിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ വൺ വേ സ്ലാബ്സിന്റെ ഡിസൈനിലോട്ട് അല്ലെങ്കിൽ സ്ലാബ്സിന്റെ ഡിസൈനിലോട്ട് നിങ്ങൾ കിടക്കാൻ. അപ്പോൾ വീഡിയോ ഓഫ് ചെയ്ത് PPT മാത്രമാക്കിയതിന്റെ കാരണം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പവർ പോയിന്റ് സ്ലൈഡിലേക്ക് ശ്രദ്ധിച്ചിരിക്കണം. മാക്സിമം സ്റ്റെപ്സുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡിസൈൻ പ്രൊസീജിയേഴ്സ് ആണ്. ആക്ച്വലി നമുക്ക് ബോർഡിൽ എഴുതി 1 by 1 ആയിട്ട് എഴുതി ചെയ്യുന്നതിന്റെ ഒരു നിന്ന് മാറിയിട്ട് സ്ലൈഡിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, കുറെ അഡ്വാൻറ്റേജുകൾ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ വളരെ സ്ലോയിലാണ് എടുക്കാൻ പോകുന്നത്. കൂടെ നോട്ടും കൂടെ വെച്ച് എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾ ലെക്ചറായിട്ട് എഴുതിയാൽ മതി. കംപ്ലീറ്റ് അതുപോലെ തന്നെ എഴുതുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ എഴുതി പോവുകയാണെങ്കിൽ എന്തെങ്കിലും അപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ തൊട്ട് ബാക്കിലോട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എസ്റ്റിൽ നിങ്ങൾക്ക് അറിയാം, സ്റ്റെപ്പുകൾ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ചില സ്റ്റെപ്സുകൾ ഉണ്ടാവും. മാക്സിമം എലാബറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചതെന്ന് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാം. മാക്സിമം ഈ സ്ലൈഡിൽ തന്നെ ക്ലിയർ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. മാക്സിമം ഫ്രഷ് മൈൻഡഡ് ആയിട്ട് ഈ ഡിസൈൻ ടോപ്പിക്കുകളാണ്. ഫ്രഷ് മൈൻഡഡ് ആയിട്ട് തന്നെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ലൈവ് സ്ട്രീമിങ്ങിൽ കാണാൻ പറ്റില്ലെങ്കിൽ പിന്നീട് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നോട്ട് കൂടെ വെച്ച് ഇത് സ്ലൈഡ് കാണുക. അതുപോലെ തന്നെ പറയാനുള്ളത് IS 456-2000 കൂടെ എടുത്തു വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ക്ലാസ് കാണാനായിട്ട്. ഒന്നുകൂടെ പറയുന്നു, നേരത്തെ ഉണ്ടായിരുന്ന ഡിസൈൻ ഓഫ് ബീംസ് അതും കൂടെ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ചിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ. അപ്പം നമുക്ക് ഓരോന്നിലായിട്ടായിട്ട് കടക്കാം. ആദ്യം സിലബസിലുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് സ്ലാബ്സ്, ഡിസൈൻ ഓഫ് വൺ വേ സ്ലാബ്, സിംപ്ലി സപ്പോർട്ടഡ്, കണ്ടിന്യൂസ് ആൻഡ് കാൻഡിലിവർ, ഡിസൈൻ ഓഫ് സൺഷെയ്ഡ്, ഡിസൈൻ ഓഫ് ടു വേ സ്ലാബ്, സിംപ്ലി സപ്പോർട്ടഡ്, റിസ്ട്രെയിൻഡ് ആൻഡ് ഡിഫറെന്റ് ആൻഡ് കണ്ടീഷൻ. നിങ്ങൾക്കറിയാം, ഇതിലെ ഓരോ ടോപ്പിക്കുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം, അതായത് ഡിസൈൻ ഓഫ് വൺ വേ സ്ലാബ് നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പുകൾ പഠിക്കും. അതിൽ അടുത്തതിൽ വരുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ചേഞ്ചുകൾ വരുന്നത് മാത്രം എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, ഡിസൈൻ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്സുകളാണ്. പക്ഷെ ഈസി ആണ് മനസ്സിലാക്കാൻ. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. സ്റ്റെപ്പുകളുടെ എണ്ണം മാത്രം നോട്ട് ചെയ്യാം. നമുക്ക് IS 456 നിന്ന് റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷനും കാര്യങ്ങളും എല്ലാം എടുക്കാൻ പറ്റും. പൊതുവെ എക്സാമിന് നമ്മൾ ആ സ്റ്റെപ്സുകളുടെ എണ്ണം അല്ലെങ്കിൽ ഓർഡർ ഓർത്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ചില ക്വസ്റ്റ്യൻസിൽ വരുന്ന ചില വേരിയേഷൻസ് വെച്ച് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ആൻസറുകൾ മാറ്റം വരുത്തേണ്ടി വരും എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഹേവിയർ ഓഫ് സ്ലാബ്സും പിന്നെ വൺ വേ സ്ലാബിന്റെ ഡിസൈനുമാണ്. അപ്പൊ നമുക്ക് ആദ്യം ബിഹേവിയർ ഓഫ് സ്ലാബ്സ് എന്താണെന്ന് നോക്കാം. ബിഹേവിയർ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, അതിന്റെ ആക്ഷൻ എങ്ങനെയാണ്, അതിന്റെ ലോഡിംഗ് പാറ്റേൺ ഒക്കെ വരുന്നതാണ്. സ്ലാബ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ 2D എലമെന്റ് യൂസ്ഡ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ഫ്ലോർസ് ആൻഡ് റൂഫ് കവറിംഗ്. നമുക്കറിയാം, ഒരു 2D പ്ലെയിൻ എലമെന്റ് ആണ്. അതിന് എന്ത് ചെയ്യുന്നുണ്ട്, റൂഫിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഫ്ലോർസിന് വേണ്ടി ഉപയോഗിക്കുന്നു. തിക്നെസ് ഈസ് വെരി ലെസ് കമ്പയർഡ് ടു ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ ഡെപ്ത്, സ്ലാബിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലെങ്ത്, അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. എന്നാൽ ബീംസിന്റെ കേസിൽ അങ്ങനെയല്ല. ഇനി സ്ലാബ്സിന്റെ നമ്മുടെ ആക്ഷൻ വൈസ്, അതിന്റെ ലോഡിംഗ് അല്ലെങ്കിൽ അതിന്റെ ബിഹേവിയർ വൈസ് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് വൺ വേ സ്ലാബും ടു വേ സ്ലാബും. നമുക്ക് എന്താണ് വൺ വേ സ്ലാബ്, എന്താണ് ടു വേ സ്ലാബ് എന്ന് പറയുന്നത് നോക്കാം. ആക്ച്വലി വൺ വേ സ്ലാബ്സ് ആൻഡ് ടു വേ സ്ലാബ്സ് എന്ന് പറയുന്നത് അതിന്റെ LY/LX റേഷ്യോ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്താണ് LY/LX? അതായത് സ്ലാബിന് നമുക്കറിയാം, പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലെങ്ത്തുകൾ ഉണ്ടാവും. ഒരു നീളം കൂടിയ ഭാഗവും നീളം കുറഞ്ഞ ഭാഗവും. ഒന്നല്ലെങ്കിൽ സ്ക്വയർ സ്ലാബുകളാവാം, റെക്ടാങ്കുലർ സ്ലാബ്സ് ആവുമ്പോൾ നീളം കൂടിയ ഭാഗം നീളം കുറഞ്ഞ ഭാഗം ഉണ്ടാവും. ഓർക്കുക, LY/LX എന്ന് പറയുന്നത് IS കോഡിൽ പറഞ്ഞ കാര്യമാണ്. LY എന്ന് പറയുന്നത് എപ്പോഴും ലോങ്ങർ ആയിട്ടുള്ള ലെങ്തിനാണ് എപ്പോഴും LY ആയിട്ട് എടുക്കുക.
അല്ലാതെ എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷൻ എന്നില്ല. LY എന്ന് പറയുന്നത് എപ്പോഴും ലോങ്ങർ ആയിട്ടുള്ള ഡയമെൻഷൻ. ഇപ്പോൾ 10 മീറ്റർ ബൈ 4 മീറ്റർ ആണ്. ഇപ്പോൾ ഇവിടെ ഒരു പ്ലാൻ ആയി കാണിച്ചിട്ടുണ്ട്. 10 മീറ്റർ ബൈ 4 മീറ്റർ ആണെങ്കിൽ 10 മീറ്റർ ആണ് എപ്പോഴും LY ആയിട്ട് എടുക്കുക, അല്ലാതെ ഡയറക്ഷൻ വൈസ് ഇല്ല. ഇനി ഏതെങ്കിലും കേസിൽ LY ബൈ LXന്റെ റേഷ്യോ 2നേക്കാളും കൂടുതലാണെങ്കിൽ അത് വൺ വേ സ്ലാബ് ആണ്. അതിന്റെ ആക്ഷൻ വൺ സൈഡ് ആണെന്ന് മാത്രം. എന്താണ് അതിന്റെ ആക്ഷൻ വൈസ് വരുന്നത് എന്നുള്ളത് ഞാൻ സ്ലൈഡ് കാണിച്ചു തരാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. LY ബൈ LX എന്ന് പറയുന്നത് 2നേക്കാളും കൂടുതലാണെങ്കിൽ അത് വൺ വേ സ്ലാബ് ആണ്. ഇനി LY ബൈ LXന്റെ റേഷ്യോ 2ഓ അതിൽ കുറവോ, IS കോഡിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. LY ബൈ LX 2 ആയാലും 2ൽ കുറവായാലും അതെന്താണ്, ടു വേ സ്ലാബ് ആണ്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, LY എന്ന് പറയുന്നത് എപ്പോഴും ലോങ്ങർ സ്പാനിന്റെ ലെങ്ത് ആണ്, LX എന്ന് പറയുന്നത് ഷോർട്ടർ സ്പാനിന്റെ ലെങ്ത് ആണ്. ഇനി എന്താണ് വൺ വേ സ്ലാബ് എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു കേസിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, ഒരു RCC സ്ലാബ് നമ്മൾ സിംപ്ലി സപ്പോർട്ടർ, അതായത് ഒരു സ്ലാബ് 2 സൈഡിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കാണ്, അതെന്താണ്, വൺ വേ സ്ലാബ് ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. LY ബൈ LXന്റെ റേഷ്യോ ഒന്നും വേണ്ട, ഒരു സ്ലാബിന്റെ 2 സൈഡിൽ മാത്രമേ സപ്പോർട്ട് ഉള്ളെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു എലിവേഷൻ വരച്ചു കഴിഞ്ഞാൽ ഇതാണ്, ഇവിടെ ഈ 2 സൈഡിൽ മാത്രമേ സപ്പോർട്ട് ഉള്ളെങ്കിൽ ബാക്കി 2 സൈഡിൽ വരുന്ന സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്താണ്, വൺ വേ സ്ലാബ് ആണ്. ഇനി 4 സൈഡിലും സപ്പോർട്ട് ഉണ്ട്, 4 സൈഡിൽ ഇപ്പൊ നമ്മൾ ബീം ആയാൽ തന്നെ മതി, 4 സൈഡിലും സപ്പോർട്ട് ഉണ്ട്, പക്ഷെ LY ബൈ LX ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ അതും എന്താണ്, വൺ വേ സ്ലാബ്സ് ആണ്. ഈ സ്ലാബ് സ്പാൻസ് ഇൻ വൺ ഡയറക്ഷൻ ആസ് ബെൻഡിങ് ടേക്സ് പ്ലേസ് ഓൺലി അലോങ് ഷോർട്ടർ ഡയറക്ഷൻ. ഇതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, ഇത്രയും ലെങ്ത് ഒരു ലെങ്ത്തിലോട്ട് കൂടി വരുമ്പോൾ ഷോർട്ടർ ഡയറക്ഷനിലാണ് ഇതിന്റെ ബെൻഡിങ് നടക്കുന്നത്. മെയിൻ റീഇൻഫോഴ്സ്മെന്റ്സ് ആർ പ്രൊവൈഡ് അലോങ് ഷോർട്ടർ ഡയറക്ഷൻ. അങ്ങനെ ആവുമ്പോൾ ഏത് ആക്ഷനിലാണോ ബെൻഡിങ് കൂടുതൽ നടക്കുന്നത്, ഇപ്പൊ ഇത് ലെങ്ത് കൂടുതലായതുകൊണ്ട് ഈ ഡയറക്ഷനിലാണ് ഇത് ബെൻഡ് ചെയ്യുക. അതായത് ഷോർട്ടർ സ്പാനിലാണ് എന്ത് ചെയ്യുക, ഷോർട്ടർ സ്പാൻ ഇങ്ങോട്ടായിരിക്കും അല്ലെ, ഷോർട്ടർ സ്പാന് ഇങ്ങോട്ടായിരിക്കും, ആ ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ഇത് ബെൻഡ് ചെയ്യും. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു സ്ലാബ് ഉണ്ടെങ്കിൽ ഇതിന്റെ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക. അപ്പൊ ഈ ഷോർട്ടർ ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യുന്നത് ഈ ഷോർട്ടർ ഡയറക്ഷനിൽ, ഇവിടെയാണ് എന്ത് ചെയ്യും, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യുന്നത്. ഇനി അതാണ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ലോങ്ങർ ഡയറക്ഷനിലാണ്. സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് എന്നും കൂടി അനുഭവിക്കുന്നുണ്ട്. എന്തിനാണ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്, ബെൻഡിങ് ഒഴിവാക്കാൻ വേണ്ടിയാണ്, ടെൻഷൻ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും ശ്രിങ്കേജും ടെമ്പറേച്ചർ കാരണം ഉണ്ടാകുന്ന അഡീഷണൽ സ്ട്രെസ്സസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ലാബ്സ് ആർ ഡിസൈൻ ആസ് ബീം ഓഫ് യൂണിറ്റ് വിഡ്ത്. ഇതാണ് മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം. നമ്മൾ ഡിസൈൻ ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ സ്ലാബ്സ് എപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് ബീം ഓഫ് യൂണിറ്റ് വിഡ്ത് എന്നാണ്. അതായത് നമ്മൾ ഒരു സ്ലാബ്, ഇതാണ് സ്ലാബിന്റെ പ്ലാൻ ഏരിയ, ഒറ്റ മിനിറ്റ്. ഇത് സ്ലാബിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇത്രയും പോർഷൻ, ഇതിന്റെ വിഡ്ത് 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക, ഇത് 1 മീറ്റർ ആണെങ്കിൽ ഈ ഒരു പോർഷനെ മാത്രം ഒരു ബീമായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. ഈ വൺ വേ സ്ലാബ് ആൻഡ് ടു വേ സ്ലാബിന്റെ ആക്ഷൻ ഒരു പിക്ചറിലായിട്ട് കാണിച്ചതാണ്. ഈ ഇതില് നിങ്ങൾക്കറിയാം, ഈ ഫസ്റ്റ് പോർഷനിൽ കാണിക്കുന്നതാണ് വൺ വേ സ്ലാബ്. ഈ വൺ വേ സ്ലാബ് കണ്ടില്ലേ, ഇതിന്റെ ഡയറക്ഷൻ, ഇത് ഇപ്പോൾ ഈ സൈഡിൽ ലെങ്ത് കൂടുതലാണ്, അപ്പൊ ഇത് ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യും, ഇങ്ങനെ അലോങ് ഷോർട്ടർ ഡയറക്ഷനിൽ എന്ത് ചെയ്യും, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഈ ബെൻഡിനെ നമ്മൾ എന്ത് ചെയ്യും, നിവർത്താൻ വേണ്ടിയിട്ട് അലോങ് ഷോർട്ടർ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ ഇങ്ങനെയും അതിന്റെ ടോപ്പിലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ എന്ത് ചെയ്യും, ഇങ്ങനെയും പ്രൊവൈഡ് ചെയ്യും. എന്നാൽ ഇൻ ദ കേസ് ഓഫ് ടു വേ സ്ലാബ് എന്ത് ചെയ്യുന്നത്, 4 സൈഡിൽ ഡിഫ്ലക്ഷൻ, ഇത് ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് 2 ഡയറക്ഷനിലും മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്യേണ്ടി വരും, പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ എക്സ്ട്രാ ആയിട്ടും വരും. ഇതാണ് വൺ വേ സ്ലാബ്, ടു വേ സ്ലാബ്, അതിന്റെ ബിഹേവിയർ. ഇനി വൺ വേ സ്ലാബിലെ ഒരു വീഡിയോ കാണിച്ചു തരാം, എങ്ങനെയാണ് അതിന്റെ ആക്ഷൻ വരുന്നത് എന്നുള്ളത്. കണ്ടോ, 1 മിനിറ്റ്. ഈ 2 സ്ലാബ് കണ്ടില്ലേ, ഈ സ്ലാബിൽ ഈ സൈഡും എന്ത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 2 സൈഡ് സപ്പോർട്ട് ഉണ്ട്. ഇതാണ്
ഈ സൈഡിലോട്ടും സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഇതിന്റെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആണ് ഇങ്ങനെ പോകുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇവിടെയും സപ്പോർട്ട് ഉണ്ട് ആക്ച്വലി, പക്ഷെ ഇതിൽ കാണിക്കാത്തതാണ്. ഇങ്ങനെയാണ് സ്ലാബിന്റെ റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ആൾട്ടർനേറ്റ് ബാർ കർട്ടൈൽ ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. ടു വേ സ്ലാബ്. ഇനി ടു വേ സ്ലാബ്സ് എന്ന് പറയുന്നത് RCC സ്ലാബ്സ് സപ്പോർട്ടഡ് ഓൺ ഓൾ 4 സൈഡ്സ് വിത്ത് Ly/Lx ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നമ്മൾ പറഞ്ഞു വൺ വേ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ഒന്നില്ലെങ്കിൽ രണ്ട് സൈഡ് സപ്പോർട്ട് അല്ലെങ്കിൽ 4 സൈഡ് സപ്പോർട്ട് Ly/Lx ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ എന്താണ്, വൺ വേ സ്ലാബ്. എന്നാൽ ടു വേ സ്ലാബ്സ് എന്ന് പറയുന്നത് 4 സൈഡും സപ്പോർട്ട് ഉണ്ടാവും, 4 സൈഡ്സ് സപ്പോർട്ട് ഉണ്ടാവും, Ly/Lx എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ടു വേ സ്ലാബ്. സ്ലാബ് സ്പാൻസ് ഇൻ 2 ഡയറക്ഷൻ ആസ് ബെൻഡിങ് ടേക്സ് പ്ലേസ് ഇൻ 2 ഡയറക്ഷൻ. നമ്മൾ ആ പിക്ചറിൽ കണ്ടു, ബെൻഡിങ് 2 ഡയറക്ഷനിൽ ടേക്സ് പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് 2 ഡയറക്ഷനിലും സ്പാൻ ചെയ്യുന്നുണ്ട്. മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ബോത്ത് ഡയറക്ഷൻ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ടു വേ സ്ലാബിന്റെ റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം. കണ്ടോ, ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഇടയ്ക്കൊന്ന് വീഡിയോ സ്റ്റക്കായി പോയി. സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് ടു വേ സ്ലാബ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. തിരിച്ചും കണ്ടോ, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്തു. ഇനി ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടോ, മെയിൻ റീഇൻഫോഴ്സ്മെന്റുകൾ രണ്ട് ഡയറക്ഷനിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 സൈഡിലും എന്ത് ചെയ്യുന്നുണ്ട്, ക്രാങ്ക്ഡ് ബാർസ് വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതലായിട്ട് പറയാം. ഞാൻ ടു വേ സ്ലാബ് ജസ്റ്റ് ഒന്ന് ആക്ഷൻ കാണാൻ വേണ്ടി മാത്രം പറഞ്ഞു നോക്കാം. ഇനി വൺ വേ സ്ലാബ് നമുക്ക് പഠിക്കാനുള്ള ഡിസൈൻസിലോട്ടാണ് കടക്കാൻ പോകുന്നത്. വൺ വേ സ്ലാബ് സിംപ്ലി സപ്പോർട്ടർ, കണ്ടിന്യൂസ്, കാന്റിലിവർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് സിംപ്ലി സപ്പോർട്ടർ വൺ വേ സ്ലാബ്സിന്റെ ഡിസൈൻ ആണ് ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എത്രത്തെ ഡിസൈൻ സ്റ്റെപ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഒരു ഡിസൈൻ പ്രോബ്ലം എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ഡിസൈൻ സ്റ്റെപ്സ് വരുന്നത്, ഫസ്റ്റ് വരുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് ആ സ്ലാബ് വൺ വേ ആണോ ടു വേ ആണോ എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചു എങ്ങനെയാണ് വൺ വേ ടു വേ ചെക്ക് ചെയ്യുന്നത്. Ly/Lx ന്റെ റേഷ്യോ ഓർക്കണം. 4 സൈഡും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ മതി, Ly/Lx ന്റെ റേഷ്യോ നമ്മൾ എടുത്താൽ മതി. ഇനി അടുത്തത് അസ്യൂം an L/D റേഷ്യോ ആൻഡ് കാൽക്കുലേറ്റ് ഡെപ്ത്. അതായത് ഒരു L/D റേഷ്യോ, അതായത് സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ നമുക്ക് IS കോഡിൽ തന്നിട്ടുണ്ട്. ആ ഒരു റേഷ്യോ നമ്മൾ അതിന്റെ വാല്യൂ, അതായത് സിംപ്ലി സപ്പോർട്ടിന് കണ്ടിന്യൂസിനൊക്കെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ആ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുക, എന്നിട്ട് ഡെപ്ത് ഓഫ് ദി സ്ലാബ് കണ്ടുപിടിക്കുക. ഇനി എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുക. അതിനും IS കോഡ് പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് വരുന്ന ലോഡുകൾ കാൽക്കുലേറ്റ് ചെയ്യുക, എത്രത്തോളം ലോഡ്, അതിൽ നിന്ന് വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് എത്ര, മാക്സിമം ഷിയർ ഫോഴ്സ് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക. ചെക്ക് വെദർ സെക്ഷൻ ഈസ് ഓവർ റീഇൻഫോഴ്സ്ഡ് അണ്ടർ റീഇൻഫോഴ്സ്ഡ്. നമ്മൾ L/D അസ്യൂം ചെയ്തൊക്കെയാണ്. എന്നിട്ട് നമ്മൾ ലോഡ് വെച്ചിട്ട് ഈ ഡെപ്ത് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് സെക്ഷൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ ഓവർ റീഇൻഫോഴ്സ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ബീമിലെ സ്റ്റെപ്സ് തന്നെയാണ്. എന്നിട്ട് സ്റ്റീലിന്റെ ഏരിയ കണ്ടുപിടിക്കുക, എത്രത്തോളം ഏരിയ, ഏതൊക്കെ ബാർസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. അത്രത്തോളം കഴിഞ്ഞാൽ സ്റ്റെപ്സ് കഴിഞ്ഞു. ഇനി വരുന്നതെല്ലാം ചെക്കിങ്ങുകളാണ്. ചെക്ക് ഫോർ ഷിയർ, ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആൻഡ് ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്. ഇത്രയും 9 സ്റ്റെപ്പുകളാണ് നമുക്കൊരു വൺ വേ സ്ലാബ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി വരുന്നത്. അതുകൂടെ നോക്കാം. വൺ വേ ഓർ ടു വേ ആണോ എന്ന് ചെക്ക് ചെയ്യുക, L/D റേഷ്യോ അസ്യൂം ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക, എഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യുക, ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ നമ്മൾ ഡെപ്ത് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് സെക്ഷൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ ഓവർ റീഇൻഫോഴ്സ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾക്കറിയാം എപ്പോഴും നമ്മൾ ഓവർ റീഇൻഫോഴ്സിലോട്ട് പോകാറില്ല, അണ്ടർ റീഇൻഫോഴ്സിൽ മാത്രമേ ഒരു സെക്ഷൻ ഡിസൈൻ ചെയ്യാറുള്ളൂ. ഡിറ്റർമിനേഷൻ ഓഫ് ഏരിയ ഓഫ് സ്റ്റീൽ, ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുക. പിന്നെ ചെക്കിങ്ങുകളാണ്, ചെക്ക് ഫോർ ഷിയർ, ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ, ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്. ഇതിലെ ഏതെങ്കിലും സ്റ്റെപ്പുകൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ
നേരത്തെ ബീമിൽ പഠിച്ചു എന്നുള്ള നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. മാക്സിമം ഞാൻ IS കോഡിലെ പേജും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കണം. നമുക്ക് അതിന് മുന്നേ ഡിസൈൻ സ്റ്റെപ്പുകളിലോട്ട് കടക്കുന്നതിന് മുന്നേ കുറച്ച് ടാബിളുകൾ റെഫർ ചെയ്യാനുണ്ട്. കൺട്രോൾ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് വൺ വേ സ്ലാബ്സ് ആൻഡ് ബീംസ് IS 456/2000 പേജ് 37-ലുള്ള ഒരു ടാബിളാണ്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, L/D റേഷ്യോ അസ്യൂം ചെയ്യാന്ന് പറഞ്ഞില്ലേ, അത് ഇതിൽ നിന്നാണ് ചെയ്യുന്നത്. അതിൽ കൊടുത്തിട്ടുണ്ട് കാൻഡിലിവറിന് L/D റേഷ്യോ എന്ന് പറയുന്നത് 7, സിംപ്ലി സപ്പോർട്ടഡ് 20, കണ്ടിന്യൂസ് ബീംസ് ആണെങ്കിൽ 26. ഇത് വൺ വേ സ്ലാബ്സ് ആൻഡ് ബീംസിന് പറ്റും. ടു വേ സ്ലാബ്സ് ആൻഡ് ബീംസിന് വേറൊരു ടേബിൾ ആണ്. അത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടു വേ സ്ലാബ്സിന് ഡിസൈൻ പഠിക്കുമ്പോൾ നോക്കാം. ഇനി അപ് ടു 10 മീറ്റർ സ്പാനാണ് ഈ വാല്യൂ. 10 മീറ്ററിനേക്കാളും കൂടുതൽ ഒരു സ്പാൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാൻഡിലിവർ ആണെങ്കിൽ ആക്ച്വൽ കാൽക്കുലേഷൻ ടു ബി ഡൺ. ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് ഓർ സിംപ്ലി സപ്പോർട്ടർ ആണെങ്കിൽ എത്രയാണോ 20 × 10 എത്രയാണോ നമ്മുടെ സ്പാൻ, അതായത് ഇപ്പോൾ 15 മീറ്റർ ആണെങ്കിൽ 20 × 10/15 മീറ്റർ, 26 × 10/15 മീറ്റർ. ഇതാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത്. ഇനി ലോഡിങ്. ജനറൽ കേസിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ ലോഡിങ് തരും. ഇനി ലോഡിങ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് അസ്യൂം ചെയ്യാം എന്നുള്ളതാണ് ജനറൽ ആയിട്ട് എടുക്കുന്ന ലോഡിങ് വാല്യൂസ് ആണ് ഇവിടെ പറയുന്നത്. ലോഡിംഗ് എന്ന് പറയുന്നത് ഡെഡ് ലോഡ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഒരു സ്ലാബിൽ വരുന്ന ഡെഡ് ലോഡ് എന്തൊക്കെയാ, ഒന്നില്ലെങ്കിൽ അതിന്റെ സെൽഫ് വെയിറ്റ്, പിന്നെ എന്തെങ്കിലും പാർട്ടീഷൻ ഉണ്ടെങ്കിൽ അത് പാർട്ടീഷൻ, പിന്നെ ഫിനിഷിംഗ് വർക്കുകൾ. അതായത് ടൈൽ ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ ടൈലിന്റെയും കൂടെ വെയിറ്റ് അതിന്റെ സെൽഫ് വെയിറ്റ് ആയിട്ട് ഡെഡ് ലോഡ് ആയിട്ട് നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഡെഡ് ലോഡ് ആയിട്ട് വരുന്ന പോർഷൻസ് സെൽഫ് വെയിറ്റും പിന്നെ പാർട്ടീഷൻ കാരണമുള്ള ലോഡും ഫിനിഷസും, അതായത് ടൈലിങ്ങോ എന്താണോ അതിന്റെ ഫ്ലോർ ഫിനിഷ് ഉള്ളത് അതിന്റെ കൂടെ വെയിറ്റ് ആണ് ഡെഡ് ലോഡ് ആയിട്ട് വരുന്നത്. യൂഷ്വലി ടേക്കൺ ആസ് 1 kN/m². ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 kN/m² ആയിട്ട് എന്ത് ചെയ്യാം, ഇത് എടുക്കാം. ഇനി ലൈവ് ലോഡ്. ലൈവ് ലോഡ് ഫോർ റൂഫ് സ്ലാബ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കറിയാം റൂഫ് ആകുമ്പോൾ അതിന്റെ മേലെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആളുകൾ കയറുന്നില്ല, അപ്പൊ ലോഡ് കുറച്ച് കുറക്കാം ലൈവ് ലോഡ്. അപ്പൊ 1.5 kN/m² വിത്ത് ആക്സസ് ഉള്ള, അതായത് അതിലോട്ട് കയറാൻ ആക്സസ് ഉള്ള റൂഫുകളാണെങ്കിൽ 1.5 kN/m² ചെയ്യാം. എന്നാൽ വിത്തൗട്ട് ആക്സസ് ആണെങ്കിൽ 0.75 kN/m² ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ. ഇനി ഫ്ലോറുകളാണെങ്കിൽ നമുക്കറിയാം കൂടും. റെസിഡൻഷ്യൽ ആണെങ്കിൽ 2 kN/m², ഓഫീസ് ബിൽഡിങ്ങുകളാണെങ്കിൽ 3 kN/m² ആണ് നമുക്ക് അസ്യൂം ചെയ്യുക. ഇത് നോർമൽ കേസിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ലോഡിന്റെ വാല്യൂ തരും. ഇനി വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാനുള്ളതാണ് ഈ വാല്യൂസ്. നമുക്ക് ഡിസൈൻ സ്റ്റെപ്പുകളിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു പ്രോബ്ലം ആയിട്ട് എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ സ്റ്റെപ്പുകൾ ചെയ്യുന്നത്. നിങ്ങൾ കൂടെ നോട്ട് ചെയ്ത് പോവുക. IS കോഡ് നമ്മൾ സ്ലോ ആയിട്ട് പറയാം, IS കോഡിൽ കൂടെ വെക്കണം. അതും കൂടെ റെഫർ ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാൻ. ഇനി ലൈവ് സ്ട്രീമിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീണ്ടും വീഡിയോ എടുത്തിട്ട് പൗസ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം കാണാൻ. Design a simply supported RCC slab for a hollow 4 meter by 10 meter inside dimension ആണ് with 230 mm walls all around. Assume live load equal to 4 kN/m². Finishes is equal to 1 kN/m². Grade of concrete is M25 and grade of steel is Fe415. അപ്പോൾ ഇതിൽ ലോഡിംഗ് തന്നിട്ടുണ്ട്, സൈസ് തന്നിട്ടുണ്ട്, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് തന്നിട്ടുണ്ട്, ഗ്രേഡ് ഓഫ് സ്റ്റീൽ. ഏത് ഡിസൈൻ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഗിവൺ ദാറ്റ് എന്തൊക്കെയാണോ നമുക്ക് ഡാറ്റ തന്നിട്ടുള്ളത്, ആൻസർ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണോ ഡാറ്റ തന്നിട്ടുള്ളത് അത് എടുത്ത് എഴുതുക, ഗിവൺ ദാറ്റ്. ഇനി എന്നിട്ട് നമ്മുടെ ടേംസിലോട്ട് മാറ്റുക. LX = 4 മീറ്റർ. നമുക്കറിയാം ഷോർട്ടർ ഡയമെൻഷൻ ആണ് LX വരുന്നത്. LX 4 മീറ്റർ, LY 10 മീറ്റർ, ലൈവ് ലോഡ് = 4 kN/m². ഫിനിഷസിന്റെ ലോഡ് എന്ന് പറയുന്നത് 1 kN/m² ആണ്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M25, ഗ്രേഡ് ഓഫ് സ്റ്റീൽ Fe415. നമുക്ക് എന്തൊക്കെയോ ഡാറ്റ തന്നിട്ടുണ്ടോ അതെല്ലാം എടുത്തെഴുതുക. ഇനി നമുക്ക് സ്റ്റെപ്പ് 1 ചെക്ക് ഫോർ 1 വേ ഓർ 2 വേ. 1 വേ ആണോ 2 വേ ആണോ എന്ന് ചെക്ക് ചെയ്യാം. LY/LX 10/4 എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പോൾ നമുക്കറിയാം ഗ്രേറ്റർ ദാൻ 2, അതുകൊണ്ട് തന്നെ ഈ സ്ലാബ് എന്ന് പറയുന്നത് 1 വേ സ്ലാബ് ആണ്. വി കൻ ഗോ ടു ദ ഡിസൈൻ സ്റ്റെപ്സ് ഓഫ് 1 വേ സ്ലാബ്. ഇനി 2 വേ ആണെങ്കിൽ നമ്മൾ 2 വേ സ്ലാബിന്റെ ഡിസൈനിലോട്ട് പോകേണ്ടി വരും. ഇനി അടുത്തെന്താണ്, കാൽക്കുലേഷൻ ഓഫ് ഡെപ്ത് അല്ലെങ്കിൽ അസ്യൂമിങ് എൻ L/D ആൻഡ് കാൽക്കുലേഷൻ ഓഫ്, നമ്മൾ ഡെപ്ത് എന്ത് ചെയ്യാണ്, ഒരു L/D അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് L/D എടുക്കുമ്പോൾ നമുക്ക് ആ ടേബിളിൽ നിന്ന് അറിയാം
സിംപ്ലി സപ്പോർട്ടിന് 20, കണ്ടിന്യൂസിന് 26 ആണ്. അപ്പൊ 20ക്ക് 25ന് ഇടയ്ക്കുള്ള ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്, അസ്യൂം ചെയ്യാണ്. എന്നിട്ട് 20ക്ക് എത്ര വരുന്നു, 25ന് എത്ര 25 അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്ത് എത്ര വരും, 20 അസ്യൂം ചെയ്താൽ ഡെപ്ത് എത്ര വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ ഡെപ്ത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് എടുക്കുമ്പോൾ അതിനൊരു ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഏത് ഡെപ്ത് ലെങ്ത് എടുക്കുന്നതാണ്. എപ്പോഴും എടുക്കേണ്ടത് ഷോർട്ടർ സ്പാൻ ആണ്. കാരണം ഷോർട്ടർ സ്പാനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവിടെയാണ് ബെൻഡിങ് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യാം, LX/D എടുക്കുമ്പോൾ ഷോർട്ടർ സ്പാൻ, അതായത് ഇവിടെ 4 മീറ്റർ ആണ് ഷോർട്ടർ, അപ്പൊ എന്ത് ചെയ്യുക, ഷോർട്ടർ സ്പാൻ എടുക്കുക. അപ്പൊ അതാ ഇക്വേഷനിൽ നമുക്കറിയാം LX/D ഈക്വൽ നമ്മൾ 20 അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ D ഈക്വൽ ടു LX/20. അതായത് LX എന്ന് പറയുന്നത് എന്താണ്, 4 മീറ്റർ ആണ്, mm മാറ്റുമ്പോൾ 4000 mm, 4000/20 ഈക്വൽ 200 mm എന്ന് കിട്ടി. ഇനി 25 അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് 160 mm എന്നും ഡെപ്ത് കിട്ടി. അപ്പോൾ സ്മോൾ d എഫക്റ്റീവ് ഡെപ്ത് ആണ് 200 mm, 160 mm. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ പുട്ട് ചെയ്യുന്നു. സോ ടേക്ക് d as 180 mm എന്ന് പുട്ട് ചെയ്യുന്നു. ഇത് എഫക്റ്റീവ് ഡെപ്ത് ആണ്. ഇനി നമ്മൾ 10 mm ഡയാബാർസ്, നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അസംഷൻ കൊടുക്കുകയാണ്. 10 mm ഡയാബാർസ് ആണ് നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് ഇടുന്നത്. ക്ലിയർ കവർ എന്ന് പറയുന്നത് 15 mm ആണ്. സ്ലാബിൽ നോർമലി കേസിൽ വരുന്നത് 15 mm, അതായത് ബാറിന്ന് ക്ലിയർ കവർ 15 mm ആണ് വരിക. എഫക്റ്റീവ് കവർ എന്ത് ചെയ്യും, എഫക്റ്റീവ് കവർ എന്ന് പറഞ്ഞാൽ സ്ലാബ് റീഇൻഫോഴ്സ്മെന്റ് സെന്ററിലോട്ടുള്ളത്, അത് 20 mm. നോർമലി യൂഷ്വലി 15 to 20 mm ആണ് സ്ലാബിലെ നോർമൽ കവർ കൊടുക്കുന്നത്. അത് 15 mm ക്ലിയർ കവറും കൂടി ക്ലിയർ കവറും അസ്യൂം ചെയ്താൽ 180 നമ്മൾ എഫക്റ്റീവ് ഡെപ്ത്. 5 എന്ന് പറയുന്നത് നമ്മൾ 10 mm ഡയാബാർസ് ആണ്, അപ്പൊ അതിന്റെ ഹാഫ് പോർഷൻ. കാരണം ഒരു ക്ലിയർ കവർ എന്ന് എടുക്കുന്നത് കണ്ടോ, ക്ലിയർ എഫക്റ്റീവ് കവർ എന്ന് പറയുന്നത് ടോപ്പിൽ നിന്നും റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്ററിലോട്ടുള്ളതാണ് ഈ സ്മോൾ d എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ d 180 mm, പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ബാക്കി 10 mm ഡയാബാർ ആണെങ്കിൽ 5 mm ഇവിടെ എന്ത് ചെയ്യണം, 5 mm കൂടെ ആഡ് ചെയ്തു, പിന്നെ ബാക്കി വരുന്ന കവർ, അപ്പൊ 15 mm. അപ്പോൾ 180, 5, 15, അങ്ങനെ 200 mm എന്ത് ചെയ്തു, 200 mm ആണ് ക്യാപിറ്റൽ ഡെപ്ത്. നമ്മൾ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്ത് L/D അസ്യൂം ചെയ്ത് കിട്ടിയ ഡെപ്ത് എന്ന് പറയുന്നത് 200 mm ആണ് സ്ലാബിന്റെ ഡെപ്ത്. ഇനി അത് ചെക്കയിലോട്ട് പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് എഫക്റ്റീവ് സ്പാൻ ആണ്. എഫക്റ്റീവ് സ്പാനിന്റെ ക്ലോസ് IS 456 പേജ് 34 എഫക്റ്റീവ് സ്പാൻ പറയുന്നുണ്ട്. ആസ് പെർ കോഡ് LFT എന്ന് പറയുന്നത് ലെങ്ത് പ്ലസ് ഡെപ്ത് ഓർ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട് വിച്ച് എവർ ഇസ് ലെസ്. അതായത് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന ഇന്നർ ഡയമെൻഷൻ അല്ല, നമ്മൾ എടുക്കുന്ന എഫക്റ്റീവ് സ്പാൻ, അതായത് സ്പാനിന്റെ എത്രത്തോളം പോർഷൻ ബെൻഡിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനുള്ള പ്രൊവിഷൻ ആണ് ഒന്നില്ലെങ്കിൽ ലെങ്ത്, ഇന്നർ ഡയമെൻഷൻ ലെങ്ത് പ്ലസ് ഡെപ്ത് ഓഫ് ദ സ്ലാബ്, അല്ലെങ്കിൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 സപ്പോർട്ട്സ്. അതായത് സപ്പോർട്ടിന് ഇപ്പോൾ ഒരു ചുമര്, രണ്ട് സൈഡിൽ ചുമരിന്റെ സെന്ററിൽ നിന്ന് അടുത്ത ചുമരിന്റെ സെന്ററിലോട്ട് അത്ര ആണ് ലെങ്ത് എന്ന് വരുന്നത്. ഇതിൽ ഏതാണോ കുറവ് അതാണ് L എഫക്റ്റീവ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് L+D നോക്കാം. നമുക്കറിയാം നമ്മുടെ സ്മോൾ d എന്ന് പറയുന്നത് 180 mm ആണ്, അതായത് 0.18. അപ്പോ L4 + 0.18 4.18 മീറ്റർ ആണ് ഒരു L എഫക്റ്റീവ്. ഇനി സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട് നമുക്ക് 23 സെന്റിമീറ്റർ, 230 mm വാളാണ്, അതായത് 23 സെന്റിമീറ്റർ വീതിയാണുള്ളത്. അപ്പോ സെന്റർ ടു സെന്റർ എന്ന് പറയുമ്പോൾ 4+, നമുക്കറിയാം ഇവിടെ 2 സപ്പോർട്ട് ഉണ്ട്, ഇതിന്റെ സെന്റർ പോർഷൻ ആണ് 4 മീറ്റർ. ഇതിന്റെ ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാണെന്നാണ് പറയുന്നത്. അപ്പോൾ 23ന്റെ പകുതി ഇവിടെ ഉണ്ടാവും, 23ന്റെ പകുതി ഇവിടെ ഉണ്ടാവും. അപ്പൊ 23ന്റെ പകുതി ബൈ ഇൻറ്റു 2, അപ്പൊ 4.23 ആണ് എന്ത് വരുന്നത്, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് വരുന്നത്. ഇതിൽ ഏതാണ് കുറവ്, 4.18 ആയതുകൊണ്ട് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് എന്താണ്, 4.18 മീറ്റർ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ലോഡ് കാൽക്കുലേഷൻ ആണ് നമുക്ക് വരുന്നത്.
നമ്മൾ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് തന്നിട്ടുള്ള ലോഡുകളെല്ലാം എം സ്ക്വയറിലുള്ള വാല്യൂകളാണ്. നമുക്കറിയാം ഡെഡ് ലോഡ്, ലൈവ് ലോഡ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഈ ഒരു സ്ലാബ് ചിത്രത്തിൽ കാണാൻ പറ്റും. ഇതിന്റെ ഡെപ്ത് ഇത് ക്യാപിറ്റൽ ഡി ആണ്, സോറി ക്യാപിറ്റൽ ഡി ആണ്. ഈ ക്യാപിറ്റൽ ഡി ഉണ്ട്, നമ്മൾ ഇങ്ങനെ സ്പാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും എടുക്കുന്നത് സ്ലാബ് ഓഫ് വിഡ്ത്ത് 1 മീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുക. അതായത് 1 മീറ്റർ വിഡ്ത്തുള്ള ഒരു ബീമായിട്ടാണ് സ്ലാബിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെങ്ത് 1 മീറ്റർ ഉള്ള ലോഡുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കാം. വി സെറ്റ് ദ സ്ലാബ് ഡെഡ് ലോഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സൾഫേറ്റും ഫിനിഷസും. ഇവിടെ ക്വസ്റ്റ്യനിൽ സൾഫേറ്റ് തരില്ല, കാരണം ഒരു കോൺക്രീറ്റിന്റെ സൾഫേറ്റ് എന്ത് ചെയ്യണം, നമുക്ക് അറിഞ്ഞിരിക്കണം. കോൺക്രീറ്റിന്റെ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ 25 കിലോ ന്യൂട്ടൺ പെർ എം ക്യൂബ് ആണ്. അതായത് ഒരു എം ക്യൂബ് കോൺക്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടാവും, 2500 കിലോ ഉണ്ടാവും. 25 കിലോ ന്യൂട്ടൺ പെർ എം ക്യൂബ് ആണ് ഒരു കോൺക്രീറ്റിന്റെ സൾഫേറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 0.2 മീറ്റർ, അതായത് ഈ ഒരു വിത്തും ഈ ഒരു പോർഷനിലുള്ള ഒരു മീറ്റർ പെർ മീറ്റർ, നമുക്ക് പെർ മീറ്ററിലാണ് നമ്മൾ ലോഡ് കിട്ടേണ്ടത്. ഈ ഒരു പോർഷനിലുള്ള കോൺക്രീറ്റിന്റെ വെയിറ്റ് നമുക്ക് കിട്ടണം. അപ്പൊ എന്താണ്, 25 കിലോ ന്യൂട്ടൺ പെർ എം ക്യൂബ് ഇൻറ്റു 1 ഇൻറ്റു ഡെപ്ത് കേട്ടോ. 25 ഇൻറ്റു 0.2 200 mm ആണ് നമ്മുടെ ഡെപ്ത്, ഇൻറ്റു 1. ഇത് ചെയ്താൽ എന്താണ്, നമുക്ക് സൾഫേറ്റ് കിട്ടി. ഇനി ഫിനിഷസിന്റെ ലോഡ് എം സ്ക്വയറിലാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് പെർ യൂണിറ്റ് തിക്നെസ്സും കൂടെ പറഞ്ഞിട്ടുള്ളത്. അതിന് വീണ്ടും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അത് ഈ 1 മീറ്റർ വിഡ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും, പെർ മീറ്ററിൽ കിട്ടും. ഫിനിഷസിന്റെ ലോഡ് 1 കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ മുന്നോട്ട് മറിച്ച് നോക്കണമെങ്കിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടും കൂടെ എഴുതിയിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ സിമ്പിൾ ആവും. അപ്പം നമുക്ക് വാല്യൂ കിട്ടും 6 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ളത് ഡെഡ് ലോഡിന്റെ വാല്യൂ കിട്ടി. ഇതിൽ കൺഫ്യൂഷൻസ് വരാൻ പാടില്ല. 25 എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ്. നമുക്ക് വേണ്ടത് ഈ ഒരു ലെങ്ത്തിൽ ഒരു മീറ്ററിൽ നമ്മൾ ബീം എടുക്കുന്നതൊക്കെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് നമ്മൾ യു ഡി എല്ലൊക്കെ പറയുന്നത്. ഒരു മീറ്ററിൽ എത്ര ലോഡ് വരുന്നുണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 25 ഇൻറ്റു 0.2 ഇൻറ്റു 1 എന്നെടുത്തു കഴിഞ്ഞാൽ സൾഫേറ്റ് ആയി. പിന്നെ ഫിനിഷസിന്റെ ലോഡും കൂടെ വന്നു കഴിഞ്ഞാൽ ഡെഡ് ലോഡായി. ലൈവ് ലോഡ് തന്നിട്ടുണ്ട് 4 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ്. അതും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി, 4 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഈ 1 മീറ്റർ കൊണ്ടാണ് നമ്മളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ലോഡ് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് 6 + 4 10. ഇനി ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഫാക്ടറിയുടെ ലോഡ് 1.5 മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലോഡ് ഫാക്ടർ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സേഫ്റ്റി കൺസിഡറേഷൻ വെച്ചിട്ട് നമ്മൾ നിലവിലുള്ള ലോഡിനെ 1.5 ടൈംസ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനാണ് ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് സേഫർ സൈഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിന്റെ 1.5 ടൈംസ്, 1.5 ഇരട്ടി നമ്മൾ ലോഡ് എടുത്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ 15 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് സ്ലാബിൽ വരുന്ന ലോഡ്. കാൽക്കുലേഷൻ ഓഫ് ലോഡ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ്, ചെക്ക് വെദർ സെക്ഷൻ ഈസ് ഓവർ റീഇൻഫോഴ്സ്ഡ് ഓർ അണ്ടർ റീഇൻഫോഴ്സ്ഡ്. ഇത് നമ്മൾ ബീമിൽ ചെയ്ത ടോപ്പിക്സ് തന്നെയാണ്. IS 456/2000 പേജ് 96 ഇക്വേഷൻസ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്കറിയാം, നിങ്ങൾക്ക് MU ലിമിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. MU ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. അതും ഈ സെക്ഷനിൽ വരുന്ന ഈ ഒരു ലോഡിംഗ് കാരണം ഉണ്ടാകുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് MU ലിമിറ്റിനേക്കാളും കുറവാണോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ എന്താണ്, അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആയി. ഈ സെക്ഷൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡെപ്ത് അസ്യൂം ചെയ്തത് ഓക്കെ ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാം. സിംപ്ലി സപ്പോർട്ടഡ് 1 വേ ആയതുകൊണ്ട് നമുക്കറിയാം മാക്സിമം ബെൻഡിങ് മൊമെന്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ വരുന്ന അതേ കേസ് തന്നെ, WL²/8. L എടുക്കുമ്പോൾ L എഫക്റ്റീവ് എടുക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്കറിയാം ലോഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 15 കിലോമീറ്റർ പെർ മീറ്റർ. 4.18² 18. You will get the value 32.76 കിലോ ന്യൂട്ടൺ മീറ്റർ. ഏത് പ്രോബ്ലം, ഡിസൈൻ പ്രോബ്ലം ചെയ്യുമ്പോൾ യൂണിറ്റുകൾ ശ്രദ്ധിക്കണം. എല്ലാം ഒരു യൂണിറ്റിൽ ഇട്ടിട്ട് എന്ത് ചെയ്യണം, ഇക്വേഷനിൽ പുട്ട് ചെയ്യണം. ഇനി we have the equation for MU limit in IS 456/2000 page 96 0.36 FCK XUmax by D into 1 minus 0.426 XUmax by D BD². ഇതില് നമുക്ക് ഏതൊക്കെ ടേംസ് ഒന്ന് നോക്കാം. FCK എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. XUmax by D we have some value in IS code. അതാണ് IS 456/2000 പേജ് 70. ഈ കോഡുകളെല്ലാം നിങ്ങൾ മറിച്ച് നോക്കണം കേട്ടോ. ഈ കോഡുകൾ പേജിൽ മറിച്ച് നോക്കണം. ഇത് ടാബുലർ ഫോമിലായിട്ട് അതിൽ കൊടുത്ത കാര്യങ്ങൾ ടാബുലർ ഫോമിലായിട്ട് കാണിച്ചു എന്ന് മാത്രം. XUmax by D we will get from
നമ്മൾ സ്റ്റീലിന്റെ ഗ്രേഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് മാക്സ് ബൈ ഡിയുടെ വാല്യൂ നമുക്ക് കോഡിൽ നിന്ന് കിട്ടും. 1 - 0.426 എക്സ് ക്യൂ മാക്സ് ബൈ ഡി. ഡി എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത്, ബി വിഡ്ത്ത് ഓഫ് ദി സ്ലാബ്. അതായത് നമ്മൾ ബീം ഓഫ് വിഡ്ത്ത് 1 മീറ്റർ എടുക്കുന്നത്. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദി ബീം ആണ് ഇത് ആക്ച്വലി. അപ്പോൾ സ്ലാബിന്റെ വിഡ്ത്ത് 1 മീറ്റർ. ഡി എന്ന് പറയുന്നത് ഡെപ്ത്, ഡി സ്ക്വയർ. ഓക്കെ, നമ്മൾ വിൽ പുട്ട് ദ വാല്യൂ 0.36. എഫ് സി കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് M25 ഗ്രേഡ് കോൺക്രീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 25 0.48 ഇങ്ങനെ 0.48 കിട്ടി. എക്സ് യു മാക്സ് ബൈ ഡി എന്ന് പറയുന്നത് എഫ് ഐന്റെ വാല്യൂ നമ്മൾ FI 415 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ് യു മാക്സ് ബൈ ഡി 0.48 into 1 - 0.426 into 0.48 into ബി എന്ന് പറയുന്നത് 1 മീറ്റർ വിഡ്ത്ത് ആണ്. നിങ്ങൾക്കറിയാം ഇതിൽ എല്ലാ വാല്യൂം ലാണ് പുട്ട് ചെയ്തേക്കുന്നത്. കാരണം ഈ 25 എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്കറിയാം 25 ന്യൂട്ടൺ പെർ mm² ആണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ൽ പുട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ൽ ന്യൂട്ടൺ ൽ ആൻസർ കിട്ടും. അപ്പോൾ 1000 mm 1 മീറ്റർ. ഡെപ്ത് 180 നമുക്കറിയാം. എഫക്റ്റീവ് ഡെപ്ത് 180 സ്ക്വയർ. യു വിൽ ഗെറ്റ് ദ വാല്യൂ 111.34 × 6 ന്യൂട്ടൺ mm. ഇനി അതിൽ കിലോ ന്യൂട്ടൺ മീറ്ററിലോട്ട് മാറ്റുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വാല്യൂ കമ്പയർ ചെയ്യണം. മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ആയിട്ട് ഇത് കമ്പയർ ചെയ്യണം. മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രയാണ്? 32.76 ആണ്. അപ്പോൾ നമ്മൾ കിലോ ന്യൂട്ടൺ മീറ്ററിലോട്ട് ഇതിനെ മാറ്റി. കിലോ ന്യൂട്ടൺ മീറ്ററിൽ മാറ്റുമ്പോൾ 111.34 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. നമുക്കറിയാം മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് MU ലിമിറ്റിനേക്കാളും കുറവാണ്. അതുകൊണ്ട് എന്താണ്? സെക്ഷൻ ഈസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ്. വി കാൻ പ്രൊസീഡ് വിത്ത് ദ ഡിസൈൻ. എന്ത് ചെയ്യുന്ന ഡെപ്ത് നമ്മൾ അസ്യൂം ചെയ്തത് ഓക്കെ ആണ്. അതായത് ഇനി ഏതെങ്കിലും കേസിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത് സ്റ്റെപ്സ് ചെക്ക് ചെയ്യുമ്പോൾ MU ലിമിറ്റിനേക്കാളും കൂടുതൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വന്ന് എന്ത് ചെയ്യണം? നമുക്ക് സെക്ഷൻ റിവൈസ് ചെയ്യണം. L/D കുറച്ചുകൂടെ അസ്യൂം ചെയ്തിട്ട് ഡെപ്ത് എന്ത് ചെയ്യണം? കുറച്ചുകൂടെ കൂട്ടി കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും കേസിൽ അങ്ങനെ സംഭവിക്കുകയാണ്. നോർമലി ഈ സ്ലാബിന് ഡിസൈൻ പ്രോബ്ലംസിന് അങ്ങനെ സംഭവിക്കാറില്ല. അത്തരം ക്വസ്റ്റ്യൻസ് തരാറില്ല. എങ്കിലും ഇതാണ് കേസ്. ഇതിന്റെ സ്റ്റെപ്സ് ഇങ്ങനെയാണ്. MU ലിമിറ്റിനേക്കാളും നിങ്ങളുടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് റിവൈസ് ദ സ്റ്റെപ്സ്. സെക്ഷൻ റിവൈസ് ചെയ്യണം. ഡെപ്ത് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഡെപ്ത് കണ്ടുപിടിച്ചു. ഡെപ്ത് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റീൽ കണ്ടുപിടിക്കണം. സ്റ്റീലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതും IS കോഡിലുള്ള ഇക്വേഷൻ ആണ്. സെയിം പേജിലുള്ള ഇക്വേഷൻ തന്നെയാണ്. MU ലിമിറ്റ് ഈക്വൽ ടു 0.87 FI AST D 1 - FI AST BD FCK. ഇനി എന്തൊക്കെയാണ് ഇതിലുള്ള ടേംസ് ഒന്ന് നോക്കാം. FI എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ. സ്റ്റീലിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്. AST എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷൻ. D എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത്. FI AST BD FCK ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയുന്ന വാല്യൂകളാണ്. ഇത്തരം ഇക്വേഷൻസ് പുട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് വരിക. അപ്പൊ നിങ്ങൾക്ക് നോർമലി കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷന് ഡയറക്റ്റ് ഇതിന്റെ വാല്യൂ കിട്ടും. അത് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി. ഇത്തരം ഇക്വേഷൻസ് സോൾവ് ചെയ്ത് നമുക്ക് ഇതിനെല്ലാം നോൺ ആണ്. MU ലിമിറ്റ് നോൺ ആണ്. നമുക്ക് MU ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ല. നമ്മൾ പുട്ട് ചെയ്യേണ്ടത് എന്താണ്? വരുന്ന ബെൻഡിങ് മൊമെന്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ല. ഇത് ലിമിറ്റ് ഇക്വേഷൻ ആണെങ്കിലും നമുക്ക് എത്രയാണോ അവിടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് അതിന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ വരുന്ന ബെൻഡിങ് മൊമെന്റ് നമുക്കറിയാം. കണ്ടോ? ഈ വാല്യൂ ആണ് 32.76. MU ലിമിറ്റ് നമുക്കറിയാം 32.76 × 10⁶. ഇനി ഇതിൽ അറിയാത്ത വാല്യൂകൾ FI അറിയാം, D അറിയാം, AST BD FCK എല്ലാം അറിയാം. AST മാത്രമാണ് ഇതിൽ അൺനോൺ ആയിട്ടുള്ളത്. AST 2 പ്രാവശ്യം വരുന്നതുകൊണ്ട് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് വരിക. നമുക്കറിയാം B² - 4AC എന്നൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാൻ നിന്നാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിന് എങ്ങനെയാണ് സോൾവ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വാല്യൂസ് പുട്ട് ചെയ്യുന്നത് ഇതിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. MU ലിമിറ്റിന്റെ ഇക്വേഷനിൽ തന്നെ നമ്മൾ ആക്ച്വലി അവിടെ വരുന്ന ബെൻഡിങ് മൊമെന്റ് എന്താണോ അതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സെക്ഷൻ ഡിസൈൻ ചെയ്യുന്നത്. എത്രയാണോ ബെൻഡിങ് മൊമെന്റ് ആക്ച്വലി അവിടെ വരുന്നത് അത് 32.76 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. നമ്മൾ അതിനെ വീണ്ടും ന്യൂട്ടൺ mm കൺവേർട്ട് ചെയ്യുക. കാരണം നമ്മൾ ഡെപ്ത്, ബ്രെഡ്ത്ത് അതേപോലെ FCK വാല്യൂ ഒക്കെ നമ്മൾ എന്ത് ന്യൂട്ടൺ പെർ mm²ലാണ്. ഈ FCK വാല്യൂ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കിലോ ന്യൂട്ടൺ മീറ്ററിലോട്ട് മാറ്റേണ്ടി വരും. നമ്മൾ നോർമലി FCK വാല്യൂ 25 ഗ്രേഡ് എന്ന് പറയുമ്പോൾ 25 അങ്ങോട്ട് പുട്ട് ചെയ്യും. അപ്പോൾ അത് തെറ്റ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ബാക്കി പോർഷൻസ് എല്ലാം ന്യൂട്ടൺ mm മാറ്റുന്നതായിരിക്കും നന്നാവും. അപ്പൊ MU ലിമിറ്റ്
32.76 6.87 FI എന്ന് പറയുന്നത് 415. ഈ 415 ന്യൂട്ടൺ പെർ mm² ആണ്. അതിന് ഓർക്കണം. ഇൻറ്റു AST ഇൻറ്റു D എന്ന് പറയുന്നത് 180 നമുക്കറിയാം. 1 മൈനസ് 415 ഇൻറ്റു AST ബൈ 1000. 1000 എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ സ്ലാബ്. 180 into 25, CK 25. You will get the value AST as 529.99 mm². നമുക്ക് എന്ത് ചെയ്യാം, 530 mm² എന്ന് റൗണ്ട് അപ്പ് ചെയ്യാം. ഇതാണ് ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷൻ. ഇനി നമുക്ക് അസംഷൻ ആണ് എത്ര ബാർ കൊടുക്കണം, എത്ര സ്പേസിങ്, ഇത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇത്ര ഏരിയ ഓഫ് സ്റ്റീൽ കൊടുക്കണം. ഒരു ക്രോസ് സെക്ഷനിലുള്ള ഏരിയ ആണ് ഈ പറയുന്നത് കേട്ടോ. ഒരു ക്രോസ് സെക്ഷനിലുള്ള സ്റ്റീലിന്റെ ഏരിയ നമ്മൾ ഇത്രയും കൊടുക്കണം, 530 mm² കൊടുക്കണം. അപ്പൊ നമ്മൾ 10 mm ബാർസ് ആണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര ബാർസ് കാൽക്കുലേറ്റ് ആണ് നോക്കാം. ഒരു ബാറിന്റെ ഒരു ക്രോസ് സെക്ഷനിൽ ഒരു ബാറിന്റെ, ഇപ്പൊ നമ്മൾ സ്ലാബിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബാറ്, ഒരു ബാറ്, ഇങ്ങനെ സ്പേസിംഗിൽ ഒരുപാട് ബാറുണ്ട്. ക്രോസ് സെക്ഷൻ ആണ്, റൗണ്ട് ആണ് കേട്ടോ. ഈ ക്രോസ് സെക്ഷൻ ഓഫ് ബാർ ഇതിന്റെ ടോട്ടൽ ഏരിയ ആണ് നമുക്ക് കിട്ടില്ല. എല്ലാത്തിന്റെയും ക്രോസ് സെക്ഷൻ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഏരിയ ആണെന്ന് വേണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്, 1 മീറ്റർ വിഡ്ത്തില്. അപ്പോൾ 530 mm² ആണ്. അപ്പൊ നമുക്ക് എത്ര ബാർസ് അങ്ങനെ കിട്ടും, ഒന്നിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 530 mm ബൈ 530 mm² ബൈ ഒരു സ്റ്റീലിന്റെ ഏരിയ 5/4 d². അതായത് ഒരു സ്റ്റീലിന്റെ ഒരു റൗണ്ട് സാധനത്തിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് 5/4 10². അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 6.748 ബാർസ് എന്ന് കിട്ടി. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ബീമിൽ ചെയ്തപ്പോൾ, ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, 6.748 ബാർ എന്നുള്ളൊരു എണ്ണം കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, 6 കൊടുക്കുക അല്ലെങ്കിൽ 7 കൊടുക്കുക. കുറക്കാൻ പാടില്ല, 7 കൊടുക്കാം. പക്ഷെ സ്ലാബിന്റെ കേസിൽ ഈ റൗണ്ട് അപ്പ് ചെയ്യാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി 1 മീറ്റർ അല്ല ഇവിടെ വിടുത്തു, ഒരുപാട് അങ്ങോട്ട് പോകാനുണ്ട്. അപ്പൊ ഈ അടുത്ത് വരുന്ന ബാർ കൂടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് അഡ്ജസ്റ്റഡ് ആയി പോകും. നമ്മൾ എന്ത് ചെയ്യണം, സ്പേസിംഗ് മാത്രമാണ് റൗണ്ട് ചെയ്ത് കൊടുക്കാറ്. ബാർസിന്റെ എണ്ണം നമുക്ക് ഇവിടെ പറയാറില്ല ഡീറ്റെയിലിംഗിൽ ഒരിക്കലും. സ്ലാബ്സ് വരുമ്പോൾ ബാർസ് ഇത്ര എണ്ണം, ബീമിൽ നമ്മളിപ്പോൾ ബോട്ടം ബാർ 16 mm 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് പോലെ സ്ലാബ്സിൽ പറയാറില്ല. കാരണം സ്ലാബ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ഡിസ്റ്റൻസിൽ പോകുന്ന, ഇൻഫിനിറ്റി നല്ല ഒരു ലെങ്ത്തിൽ പോകുന്ന ഒരു മെമ്പർ ആയതുകൊണ്ട് സ്ലാബ്സിൽ ഡീറ്റെയിൽ ഇത് ഡിസൈനിന്റെ റിസൾട്ട് ആയിട്ട് കാണിക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, നമ്പർ ഓഫ് ബാർസ് പറയാറില്ല. പക്ഷെ ഡയമീറ്ററും സ്പേസിംഗും ആണ് പറയാറുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഈ നമ്പർ ഓഫ് ബാർസിന്റെ ഈ പോർഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ റൗണ്ട് ചെയ്യരുത്. അപ്പൊ നമുക്ക് ഇനി സ്പേസിംഗ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സ്പേസിംഗ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, നമുക്ക് 6.748 ബാറുകളുണ്ട്. തിയററ്റിക്കൽ സ്പീക്കിംഗ് ആണ്, അങ്ങനെ ഒരു ബാറിന്റെ എണ്ണം നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. എങ്കിലും 6.478 ബാർസ് എങ്ങനെ കണ്ടുപിടിക്കാം, 1000 ആണ് mm, അതായത് 1 മീറ്റർ വിഡ്ത്ത് ഉണ്ട്, 6.748 ബാർസ് ഉണ്ട്. 6.748. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1000 ബൈ 6.748 ബാർസ് എടുത്താൽ ഒന്നിന്റെ സ്പേസിംഗ് കിട്ടി, ഇത് തമ്മിലുള്ള സ്പേസിംഗ് കിട്ടി. അപ്പൊ 148.192 mm ആണ് ഇത് തമ്മിലുള്ള സ്പേസിംഗ്. അപ്പോ 148.192 mm എന്ത് ചെയ്തു, നമുക്ക് സ്പേസിംഗ് കിട്ടി. നമുക്ക് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ആക്ച്വൽ കേസ് വരുമ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ അപ്പിലോട്ട് റൗണ്ട് ചെയ്യും, ചിലത് ഡൗൺലോട്ട് റൗണ്ട് ചെയ്യാനുണ്ടാവും. സ്പേസിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, രണ്ട് റീഇൻഫോഴ്സ്മെന്റ് തമ്മിലുള്ള അകലാണ്. ഇത് കൂട്ടിക്കൊടുത്താൽ എന്താണ്, കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നീളം ഇതിന്റെ സ്പേസിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അത് നമ്മൾ ആക്ച്വലി വേണ്ടതിനേക്കാൾ കുറഞ്ഞ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, സ്പേസിംഗ് കുറക്കുകയാണ് വേണ്ടത്. സ്പേസിംഗ് എപ്പോഴും കുറക്കുകയാണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എത്രയാണോ റിക്വയർഡ് അതിനേക്കാളും കൂടുതലായി കുഴപ്പമില്ല, സ്റ്റീൽ കൂടുതലായി, പക്ഷെ കുറയാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം, സ്പേസിംഗ് എന്ത് ചെയ്യുമ്പോൾ താഴോട്ട് റൗണ്ട് ചെയ്യുക, 140 mm നമ്മൾ കൊടുക്കുക. അപ്പൊ നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കണ്ടുപിടിച്ചു, പ്രൊവൈഡ് 10 mm dia bars at 140 mm spacing സെന്റർ ടു സെന്റർ ആണ് കേട്ടോ, ആസ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ നമ്മൾ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിച്ചു. നമുക്കറിയാം MU ലിമിറ്റിന്റെ ഇക്വേഷനിൽ പുട്ട് ചെയ്യുന്നു, AST കണ്ടുപിടിക്കുന്നു, AST കണ്ടുപിടിച്ചിട്ട് എത്ര ബാർസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അതായത് നമ്മൾ ഒരു 10 mm ബാർ അസ്യൂം ചെയ്യാം. യൂഷ്വലി സ്ലാബിൽ നിങ്ങൾക്കറിയാം, സ്ലാബിൽ കൊടുക്കുന്ന ബാർസ് 8 mm 10 mm ഇതിനാണ് കൊടുക്കുക. 8 mm വെച്ചും നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. 8 mm വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് നമ്പർ ഓഫ് ബാർസ് കൂടും, സ്പേസിംഗ് എന്ത് ചെയ്യും, കുറച്ചുകൂടെ കുറയും, സ്പേസിംഗ് ഒന്നുകൂടെ കുറയും. അതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് 10 mm ബാർസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ ആണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ IS 456 പേജ് 48 വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ എത്രയാണോ വേണ്ടത് അതാണ് കൊടുക്കേണ്ടത്. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ സ്ലാബ്സിൽ കൊടുക്കുന്നത് മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ ആണ്.
0.15% of BD for FE 250 and 0.12% for BD for FE 415 and FI 500. അതായത് മൈൽഡ് സ്റ്റീൽ ബാർസിന് ക്രോസ് സെക്ഷൻ ഏരിയയുടെ 0.15%. ഇനി HYSD ബാർ ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡിഫോംഡ് ബാർസ് ആയിട്ടുള്ള 415, 500, 550 ഒക്കെ വരുന്ന ബാറുകളാണെങ്കിൽ 0.12% ഓഫ് ദി ക്രോസ് സെക്ഷൻ ഏരിയ ആണ് കൊടുക്കേണ്ടത്. സോ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ എന്ന് പറയുന്നത് ഇവിടെ FE 415 ആണ്. അതുകൊണ്ട് 0.0012 ഇൻറ്റു ബി എന്താണ് വിഡ്ത്ത് ഓഫ് ബീം, വിഡ്ത്ത് ഓഫ് ദി സ്ലാബ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ, 1000 ഇൻറ്റു ഡെപ്ത് 200 ഈക്വൽ ടു 240 mm² ആണ് നമുക്ക് വേണ്ട. AST ഏരിയ ഓഫ് സ്റ്റീൽ ആൻഡ് ടെൻഷൻ മെയിൻ റെയിൻഫോഴ്സ്മെന്റ് നമുക്ക് എത്ര കിട്ടിയ 530 mm², ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡ് 240 mm². ഇനി 8 mm ഡയാബാർസ് നമ്മൾ അതുപോലെ തന്നെ നേരത്തെ ചെയ്ത സ്റ്റെപ്പുകൾ തന്നെയാണ്. 240 by pi/4 into 8², 4.775 ബാർസ് കിട്ടി. അതിനെന്ത് ചെയ്യാം, 1000 മീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുക, 1000 by അപ്പോൾ സ്പേസിംഗ് എന്ത് കിട്ടി, 200 mm സ്പേസിംഗ്. നമുക്ക് എന്താണ് പ്രൊവൈഡ് 8 mm ഡയാബാർസ് അറ്റ് 200 mm സ്പേസിംഗ് ആസ് എ സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ്. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ ആയിട്ട് 200 mm ബാർസ് ഉപയോഗിക്കും. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഡിസൈൻ സ്റ്റെപ്പുകൾ ആക്ച്വലി കഴിഞ്ഞു. ഇനി വരുന്ന ചെക്കുകളാണ്. ചെക്ക് കുറച്ചുകൂടി ഇലാബറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ സ്റ്റെപ്പ് വൈസ് ആയിട്ട് എഴുതി വരുമ്പോൾ ഇനി എന്ത് ചെയ്യാം, നമ്മൾ പ്രത്യേകിച്ച് എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഡിസൈൻ റിസൾട്ട് എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക. ഡെപ്ത് ഓഫ് സ്ലാബ് നമ്മൾ കിട്ടി ഡിസൈൻ ചെയ്തതാണ് 200 mm. മെയിൻ റെയിൻഫോഴ്സ്മെന്റ് RC ഉദ്ദേശിച്ച റെയിൻഫോഴ്സ്മെന്റ് ഷോട്ടാണ് 10.5. എഴുതുമ്പോൾ ഈ ഒരു രീതിയും കൂടെ ഉണ്ട്. ഈ രീതിയിൽ തന്നെ എഴുതുകയാണെങ്കിൽ ഒന്നുകൂടി ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റും എക്സാമിനറെ. അതായത് 10.5 at 140 mm സെന്റർ ടു സെന്റർ, C/C എന്ന് പറഞ്ഞാൽ സെന്റർ ടു സെന്റർ. സെക്കൻഡറി റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ 8.5 at 200 mm സെന്റർ ടു സെന്റർ. ഈ രണ്ട് കാര്യങ്ങളാണ് എഴുതേണ്ടത്. പിന്നെ ഇനി നമുക്ക് അടുത്ത് ഇതാണ് ഡിസൈൻ റിസൾട്ട്. നമ്മൾ ഡെപ്ത് ഓഫ് സ്ലാബ് കിട്ടി 200 mm എന്ന് പറയുന്നത്. എന്താണ് കൊടുക്കേണ്ടത്, മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടത് 10 mm ഡയാബാർസ് 140 mm സെന്റർ ടു സെന്റർ. സെക്കൻഡറി റെയിൻഫോഴ്സ്മെന്റ് ആണ് കൊടുക്കേണ്ടത് 8 mm ഡയാബാർസ് അറ്റ് 200 mm സെന്റർ ടു സെന്റർ. ഇനി ആക്ച്വൽ AST. ഇനി നമ്മൾ അടുത്ത ചെക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കാൽക്കുലേഷൻ ചെയ്യുകയാണ്. കാരണം നമ്മൾ AST കിട്ടിയത് 530 mm² ആണ്. നമുക്ക് അസ്യൂം ചെയ്ത് 10 mm ബാർസ് അസ്യൂം ചെയ്തു. അതിന് സ്പേസിംഗ് കിട്ടിയത് ആക്ച്വലി 148 ആണ്. പക്ഷെ നമ്മൾ 140 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ആക്ച്വലി ഒന്നുകൂടി സ്റ്റീലിന്റെ ഏരിയ കൂടി, 1 മീറ്ററിലുള്ള സ്റ്റീലിന്റെ ഏരിയ കൂടി. അപ്പൊ നമ്മൾ എത്രയാണ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടുപിടിക്കുകയാണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 1 മീറ്റർ ബൈ 140 ഇൻറ്റു pi/4 ഇൻറ്റു 10². pi/4 ഇൻറ്റു 10². അതായത് 1000 1 മീറ്ററിൽ ബൈ 140 എത്ര ബാർസ് ഉണ്ട് കിട്ടി, ഒന്നിന്റെ ഏരിയ ഇൻറ്റു pi/4 എത്ര 560.99 mm² ഏരിയ ഓഫ് സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ്. നമ്മൾ സാധാരണ സ്പേസിംഗ് നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കുമ്പോൾ വിഡ്ത്ത് ബൈ സ്പേസിംഗ് +1 ചെയ്യാറുണ്ട്. കാരണം അപ്പുറം ഇപ്പുറം ഒരു ബാർ എക്സ്ട്രാ വരും, +1 ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. 1 മീറ്റർ സ്ലാബ് ആണ് ചെയ്യുന്നത്. 1 മീറ്റർ വിഡ്ത്തിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു, ബാക്കി പോർഷൻസ് കൂടെ ഉണ്ട്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യും, ഈ ഓരോ പോർഷനിലും 1+, ഓരോ 1 മീറ്ററിലും 1+ ആഡ് ചെയ്ത് ഒരുപാട് സ്റ്റീൽ അധികം വരും. അതുകൊണ്ട് ഈ +1 ഇവിടെ ചെയ്യാറില്ല. നോർമൽ കേസിൽ സ്ലാബിന്റെ കേസിൽ ചെയ്യാറില്ല. ആ ഡൗട്ടുകൾ ബീം പഠിച്ചവർക്ക് മനസ്സിലാക്കിയവർക്ക് അത് ആ ഡൗട്ട് ഉണ്ടാവും. ഇനി സെക്കൻഡറി റെയിൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ്, 1000 ആണ് നമ്മൾ 200 ആണ് സ്പേസിംഗ് കൊടുത്തത്, 8 mm ആണ്. അപ്പൊ 251.33 mm². ഇത് നമുക്ക് വരുന്ന ചെക്കിന് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിന് ഡീറ്റെയിലിംഗ് എഴുതാണ്. അതായത് ഡ്രോ ചെയ്യുക, എങ്ങനെയാണ് ഇതിന്റെ റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യണമെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോ ഒന്നുകൂടെ കാണിക്കുകയാണ്. മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ്, ആൾട്ടർനേറ്റ് ബ്രാഞ്ച് റാങ്ക് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ കർട്ടൈൽമെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് വരുന്ന ഈ സെന്റർ പോർഷനിലാണ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് കാര്യമായിട്ട് വേണ്ടത്. സൈഡിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്രസീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് കൂടുതൽ. കാരണം ഇവിടെ ടെൻഷൻ ഇല്ല. മാക്സിമം ബെൻഡ് മൊമെന്റ് വരുന്നതും ടെൻഷൻ വരുന്ന സോണും സെൻട്രൽ പോർഷൻ ആണ്. നമുക്ക് എന്താ ഈ സപ്പോർട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യില്ല, ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് വേണ്ട, എന്ത് ചെയ്യാം, അത് ക്രാങ്ക് ചെയ്ത് അത് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് ആക്കി മുകളിലോട്ട് വെക്കാം. ഇതിനാണ് കർട്ടൈൽമെന്റ്. അപ്പൊ നോർമലി സ്ലാബിൽ ചെയ്യുന്ന ഒരു രീതി, എല്ലായിടത്തും കാണുന്ന രീതി എന്തെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇടുന്ന കണ്ടോ, ഇത് ആക്ച്വലി ഇവിടെ നമുക്ക് വേണ്ട മെയിൻ റീഇൻഫോഴ്സ്മെന്റ് വേണ്ട 140 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും,
280 mm ആയിരിക്കും ഇത് ആക്ച്വലി തമ്മിൽ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഫസ്റ്റ് ബാർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രാങ്ക് ചെയ്യും. ഫസ്റ്റ് ബാർ ഇങ്ങോട്ട് ക്രാങ്ക് ചെയ്യും. എന്നിട്ട് അടുത്ത് വരുന്ന ബാർ കണ്ടോ, അടുത്ത വരുന്ന ബാർ ഇങ്ങോട്ട് ക്രാങ്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് തമ്മിൽ ആദ്യം ഇട്ട 2 ബാർ ഉണ്ടല്ലോ, ഇത് തമ്മിൽ 280 mm ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ അടുത്ത ബാർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ട് ഇവിടെ ക്രാങ്ക് ചെയ്യും. അപ്പൊ ഇവിടെ ആക്ച്വലി എന്തായി, സെൻട്രൽ നോക്കുമ്പോൾ 140 mm സ്പേസിംഗ് ആയി. സപ്പോർട്ടിൽ എന്ത് ചെയ്യില്ല, അത്ര ബോട്ടം പോർഷൻ അത്ര എന്ത് ചെയ്യാൻ ആവശ്യമില്ല. അതുകൊണ്ട് ബോട്ടത്തിൽ എന്ത് ചെയ്യും, ബോട്ടത്തില് സ്ലാബിന്റെ ബോട്ടത്തിൽ എന്താണ് ഇവിടെ ഡബിൾ സ്പേസിംഗ് ആയിരിക്കും, അതായത് 280 mm ഉണ്ടാവും. കാരണം അവിടെ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് അത്ര ആവശ്യമില്ല. പിന്നെ ആക്ച്വൽ സൈറ്റിൽ ഇതിൽ എക്സ്ട്രാ ബാറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അത് നിങ്ങളിപ്പോൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഫസ്റ്റ് ബാർ എന്ത് ചെയ്തു, ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ട് ക്രാങ്ക് ചെയ്തു. അടുത്ത ബാർ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ട് ക്രാങ്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു പോർഷനിൽ നോക്കുമ്പോൾ ബോട്ടം പോർഷൻ നോക്കണേ. ബോട്ടം പോർഷൻ നോക്കുമ്പോൾ എന്താണ്, സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാൻ പറ്റും. പകുതി റീഇൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്തു, കുറക്കാൻ പറ്റും. ഇത് ഡീറ്റെയിലിംഗിൽ വരുന്ന ടോപ്പിക്കുകളാണ്. കർട്ടൽമെന്റിനെ കുറിച്ച് നമ്മളന്ന് സൂചിപ്പിച്ചിരുന്നു. പകുതി റീഇൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്തു, ഇവിടെ കുറക്കാൻ പറ്റി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രാങ്ക് ചെയ്തിട്ട്. ഇതാണ് നോർമലി ചെയ്യുന്ന മെത്തേഡ്. ഇതിന്റെ ഡീറ്റെയിലിംഗ് ആണ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റൈൽ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്ത ഡീറ്റെയിലിംഗ് നമുക്ക് ഒരു പിക്ചർ ഉണ്ട്, ഇത് കാണാം. കണ്ടോ, ഇതാണ് ഇവിടെ നമുക്കറിയാം. കണ്ടോ, ഈ ഒരു സ്ലാബിൽ LY LX ഇതാണ് ഷോർട്ടർ ഡയറക്ഷൻ. ഇതാണ് ഇവിടെയാണ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ക്രാങ്ക് ചെയ്യുന്നുണ്ടോ, ഫസ്റ്റ് ബാർ ഇങ്ങനെ ക്രാങ്ക് ചെയ്തു, സെക്കൻഡ് ബാർ ഇങ്ങനെ ക്രാങ്ക് ചെയ്തു, എന്നിട്ട് അതിന് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണും, ഇപ്പോൾ 2 ഡയറക്ഷനിലും ബാർസ് പ്ലേസ് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ എന്ത് ചെയ്യണം, നമ്മൾ സ്ലാബിന്റെ ബോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ, സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഷോർട്ടർ ഡയറക്ഷൻ ആണ് നമുക്കറിയാം. 1 വേ സ്ലാബ് ആകുമ്പോൾ ഷോർട്ടർ ഡയറക്ഷനിലാണ് ബെൻഡിങ് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. ആ ബാർ ബോട്ടത്തിൽ ഇടണം, ഏറ്റവും ബോട്ടത്തിൽ ആ ബാർ ഇടണം. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ അതിന്റെ ടോപ്പിലാണ് ഇടുന്നത്. മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ബോട്ടത്തിൽ ഇടണം, കാരണം ബെൻഡിങ് ടേക്സ് പ്ലേസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ കണ്ടോ, ഈ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും. ഈ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് കാണിച്ചിട്ടുള്ള ബോട്ടത്തിൽ കണ്ടോ, ഡോട്ട് കണ്ടതെല്ലാം മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഇത് ഈ ബാറുകളാണ് ബോട്ടത്തിൽ. മറ്റേ മേലെ പോയി കിടക്കുന്നതെല്ലാം ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീലാണ്. പിന്നെ അതിന്റെ ക്രാങ്കിങ്ങും. ഇതാണ് ഞാൻ പറഞ്ഞ ക്രാങ്കിങ് മെത്തേഡ്സ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ കാണാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി 1 വേ സ്ലാബിന്റെ ഡിസൈനിലെ ചെക്കുകളാണ്. നമ്മൾ ചെക്ക് ഫോർ ഷിയറുകൾ ആക്ച്വലി ഇത് ഡിസൈൻ സ്റ്റെപ്പിൽ ഇതെല്ലാം ചെക്കിങ്ങും നിർബന്ധമാണ്. സ്റ്റെപ്സുകൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളും കൂടെ എഴുതണം. അപ്പൊ ചെക്ക് ഫോർ ഷിയർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഷിയർ ഫോഴ്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് നിങ്ങൾ ബീമിൽ ചെയ്ത ചെക്കിങ്ങുകളൊക്കെ തന്നെയാണ്. മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, സിംപ്ലി സപ്പോർട്ടർ ആണെങ്കിൽ WL_effective/2 15 × 4.18/2 എന്ന് പറയുന്നത് എത്രയാണ്, 31.35 ആണ് മാക്സിമം ഷിയർ ഫോഴ്സ്. നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് τV = VU/BD. ഇത് കോഡിലുള്ള വാല്യൂസ് ആണ്, IS 456 കോഡിലുള്ള വാല്യൂസ് ആണ്. VU/BD എന്ന് പറയുന്നത്, VU എന്ന് പറഞ്ഞാൽ എത്രയാണ്, 31.35. VU എന്ന് പറയുന്നത് നമുക്ക് ലോഡ്, നമ്മൾ ഫാക്ടറിയുടെ ലോഡ് കിട്ടി 15. L_effective എന്ന് പറയുന്നത് 4.18/2 31.35 kN ആണ് മാക്സിമം ഷിയർ ഫോഴ്സ്. നോമിനൽ ഷിയർ സ്ട്രെസ് എന്ത് ചെയ്തു, 31.35 × 1000. 1000 എന്ന് പറയുന്നത് എന്തുകൊണ്ടാ, ഒന്നുമില്ല, കിലോ ന്യൂട്ടനെ ന്യൂട്ടണിലോട്ട് മാറ്റിയതാണ്. ഇൻറ്റു 1000/B. B എന്ന് പറയുന്നത് എന്താണ്, 1000 width of the slab ഇൻറ്റു 180. 180 കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, you will get τV = 0.174 Nm/mm². ഇനി ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആസ് പെർ കോഡ് τC × K ആണ്. ഈ τC എന്ന് പറയുന്നത് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്. IS 456 2000 ടേബിൾ 19 നിന്ന് കിട്ടുന്നതാണ് τC വാല്യൂ. നമുക്ക് എങ്ങനെയാണ് ടേബിളിൽ നിന്ന് പിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ടേബിൾ ആണ്. ഇതിൽ നമുക്ക് ഈ
ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ഈ ടേബിൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ലിമിറ്റ് സ്റ്റേറ്റിൽ വേറെയും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ വേറെയും ടേബിൾ ഉണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ടേബിൾ ആണ് ഇത്. ഇതിൽ നമുക്ക് വേണ്ടത് 100 AS/BD എന്നുള്ള വാല്യൂ വേണം. കണ്ടോ, ഈ ടേബിൾ ക്ലിയർ ആവുന്നോന്ന് അറിയില്ല. നിങ്ങൾ IS കോഡിലെ ടേബിൾ 19 ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് വേണ്ടത്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ഇനി വേണ്ടത് 100 AS/BD എന്നുള്ള വാല്യൂ ആണ്. അപ്പൊ 100 AS/BD എങ്ങനെ കണ്ടുപിടിക്കാം? 100 AS/BD ആണ് നമുക്ക് വേണ്ടത്. ഏരിയ ഓഫ് സ്റ്റീൽ കംപ്രഷൻ ആണ്, അതായത് സപ്പോർട്ടിലുള്ള സ്റ്റീലിന്റെ ഏരിയ ആണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് 100 AST/BD, ടെൻഷൻ റീസണിലുള്ള AST നമുക്ക് അറിയാം, BD അറിയാം. അതിന്റെ പകുതി എന്തുണ്ടാവുള്ളൂ? കാരണം മാക്സിമം ഷിയർ വരുന്നത് അറ്റ് സപ്പോർട്ടാണ്. ഷിയർ ഫോഴ്സ് ഷിയർ എല്ലാം ചെക്ക് ചെയ്യുന്നത് അറ്റ് സപ്പോർട്ടിലാണ്. അപ്പൊ അവിടെ പകുതി, നമ്മൾ നേരത്തെ പറഞ്ഞു, പകുതി റീഇൻഫോഴ്സ്മെന്റ് അവിടെ വരുന്നുള്ളൂ. അപ്പൊ ഇൻറ്റു 0.5, 100 AS/BD എന്ന് ഉദ്ദേശിച്ചത് ഏരിയ പെർസെന്റേജ് ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷൻ എന്നാണ്. AS/BD അതായത് ഏരിയ ഓഫ് സ്റ്റീൽ ബൈ ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു 100, അതാണ് പെർസെന്റേജ് ഓഫ് സ്റ്റീൽ. 100 into 560.9 നമ്മൾ പ്രൊവൈഡ് ചെയ്ത AST ആണ് കേട്ടോ. പ്രൊവൈഡ് ചെയ്ത AST ഇൻറ്റു 1000 ഇൻറ്റു 180 ഇൻറ്റു 0.5 ചെയ്ത് എന്ത് കിട്ടും? 0.156 ആണ് 100 AS/BD. ഇനി 0.156 എന്നുള്ള വാല്യൂ M25 ഗ്രേഡ് കോൺക്രീറ്റിനും ഇതിന് എങ്ങനെ പുട്ട് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഇതിന് എങ്ങനെ വാല്യൂ പുട്ട്? ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 0.15 കുറവുള്ള വാല്യൂസിന് M25 എന്താണ്? 0.29 ആണ്. പിന്നെ അടുത്ത വാല്യൂ 0.25 ആണ്, 0.36. അപ്പൊ 0.15നും 0.25നും ഇടക്കുള്ള 0.15നും 0.25നും ഇടക്കാണ് നമ്മളെ 0.156 എന്നുള്ള വാല്യൂ വരുന്നത്. അപ്പൊ ഇത് ഇന്റർപോളേറ്റ് ചെയ്തിട്ട് എടുക്കണം. 0.29നും 0.36നും ഇടയിലുള്ള വാല്യൂ എങ്ങനെ ഇന്റർപോളേറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. 0.15ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.29 ഉണ്ട്, 0.25ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.36 ഉണ്ട്. നമുക്ക് കിട്ടുന്നത് 0.156ന് എന്ത് വാല്യൂ കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ സിമിലർ ട്രയാങ്കിൾ വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ് വരിക. നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു മേലെ പോർഷൻ വരുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിന്റെ സിമിലർ ട്രയാങ്കിൾ റൂൾ ഉപയോഗിക്കുക. അതായത് ദിസ് സൈഡ് ബൈ ദിസ് സൈഡ് ഈക്വൽ ടു ഈ സ്മോൾ സൈഡ് ബൈ ദിസ് സൈഡ്. ഇതാണ് വാല്യൂ വരിക. നിങ്ങൾക്ക് മൗസിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ദിസ് സൈഡ്, ഈ സൈഡ് ബൈ ഈ ലോങ്ങർ സൈഡ് ഈക്വൽസ് ഷോർട്ടർ സൈഡ്, ഈ ദിസ് സൈഡ് ബൈ ദിസ് സൈഡ്. ഇതാണ് നമ്മുടെ സിമിലർ ട്രയാങ്കിൾ റൂൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഈ സൈഡ്, ഈ ട്രയാങ്കിളിൽ എത്രയാണ് ഈ സൈഡ്? 0.36 മൈനസ് ഈ ഒരു പോർഷൻ കുറച്ചാൽ മതിയില്ലേ? ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ 0.29 ആണ്. അപ്പോൾ 0.36 മൈനസ് 0.29 ബൈ എന്താണ് ഈ വാല്യൂ, ഈ ദിസ് സൈഡ് 0.25 മൈനസ് 0.15 ചെയ്ത് എത്ര കിട്ടി? ഈ ഒരു വാല്യൂ കിട്ടി. ഈക്വൽസ് ഇനി ഈ ഷോർട്ടർ സൈഡ് ഇതെന്താണ് നമുക്കറിയില്ല. ഇതിന്റെ ടോപ്പിലെ വാല്യൂ എത്രയാണ് നമുക്കറിയില്ല, അത് എക്സ് നോട്ട് ചെയ്യും. ആ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. എക്സ് മൈനസ് 0.29, ഇത്രയും പോർഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഈ സ്മോളർ പോർഷൻ കിട്ടി. 0.29 ബൈ 0.156 മൈനസ് 0.15. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. അതാണ് ഇതിലെ ഫ്രം ടേബിൾ 9 വി വിൽ ഗെറ്റ് ടോസി ഈക്വൽ ടു 0.294. അതായത് 0.29നും 0.36നും ഇടയ്ക്കുള്ള വാല്യൂ നമുക്ക് 0.294 എന്ന് കിട്ടി. ഇനി IS കോഡ് പ്രത്യേക പ്രൊവിഷൻ പറയുന്നുണ്ട്. സ്ലാബിന്റെ കേസിൽ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടോസി ഇൻറ്റു കെ ആണ്. ഈ കെ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നത് പേജ് 72-ൽ നമുക്ക് ടേബിൾ കെന്റെ വാല്യൂ കിട്ടുന്നുണ്ട്. കണ്ടോ, ഇതിൽ ഓവറോൾ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് കെയുടെ വാല്യൂ നമുക്ക് 200 mm ആണ് ഡെപ്ത്. അപ്പോൾ 1.2 ആണ് നമ്മുടെ കെന്റെ വാല്യൂ. അപ്പോൾ വാല്യൂ ഫോർ കെ ഓഫ് 200 mm ഡെപ്ത് സ്ലാബ് ഈസ് 1.2. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ടോസി 0.29, കുറച്ച് സ്റ്റെപ്പ് വലുതാണ്, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ടോസി 0.294 ഇൻറ്റു 1.2, 0.294 ഇൻറ്റു 1.2 എത്ര കിട്ടും? 0.353. ഇതാണ് ആ സ്ലാബിൽ വരുന്ന ഡിസൈൻ ഷിയർ സ്ട്രെങ്ത്. അതായത് ഒരു ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഇത് സ്ലാബ് ബീമിൽ ചെക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ അതിന്റെ തിയററ്റിക്കൽ സൈഡിലേക്ക് പോവാത്തത്, നിങ്ങൾ പഠിച്ചതായിരിക്കും. ഒരു ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാതെ എത്രത്തോളം ആ സ്ലാബിന് അതിന്റെ കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടിയും അതിന്റെ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് പ്രോപ്പർട്ടിയും കാണാൻ എത്രത്തോളം ഷിയർ താങ്ങാൻ പറ്റും എന്നുള്ളതാണ് ആ ടാബിളിലെ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്ന വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതാണ്. അപ്പോൾ ടോസിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് വാല്യൂ 0.353 കിട്ടി. നമുക്ക് ആക്ച്വലി വരുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് എത്രയാണ്? 0.174 ആണ്. 0.174 ആണ് മാക്സിമം വരുന്നത്. നമുക്ക് കിട്ടിയ സ്ട്രെങ്ത് എത്രയാണ്? 0.353 ആണ്. അതുകൊണ്ട് ടോവിനേക്കാളും വരുന്ന ഷിയർ ഫോഴ്സിനേക്കാളും കൂടുതലായതുകൊണ്ട്
ചെക്ക് ഫോർ ഷിയർ ഈസ് ഓക്കെ. വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ ഷിയറിന്റെ ചെക്ക് ഓക്കെ. ഇനി ഡിസൈൻ സ്ട്രെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ മാക്സിമം ഷിയർ സ്ട്രെസ്, നോ ഷിയർ റീൻഫോഴ്സ്മെന്റ് ഈസ് നീഡഡ്. ഷിയർ ഫോഴ്സ് റീൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്യല്ല, കൊടുക്കണ്ട, ആവശ്യമില്ല. എക്സ്ട്രാ സ്റ്റിറപ്സ് സ്ലാബ്സിലൊന്നും ഒരിക്കലും സിറപ്സോ ലിങ്ക്സോ ഒന്നും കൊടുക്കാറില്ല നമ്മൾ. പക്ഷേ ഡിസൈൻ ചെയ്യുമ്പോൾ സ്റ്റെപ്സിൽ എന്ത് ചെയ്യണം, ചെക്കും കൂടെ ഉൾപ്പെടുത്തണം. ഇനി ലിമിറ്റഡ് ഓഫ് മെത്തേഡിൽ ചെക്ക് ഫോർ ഡിഫ്ലക്ഷനും കൂടെ ഉണ്ട്. ഇതിന് നിങ്ങൾ ഓരോന്നിനും ഞാൻ IS കോഡിന്റെ പേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, റഫർ ചെയ്യണം. പേജ് 37. L/D max equal to L/D basic into KT, KC, KF. ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ ഫാക്ടർ ഉണ്ട്. KT എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ടെൻഷൻ റീൻഫോഴ്സ്മെന്റ്, KC എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ കംപ്രഷൻ റീൻഫോഴ്സ്മെന്റ്. സോറി, അടുത്തത് KF ആണ്, മിസ്റ്റേക്ക് പറ്റിയത്. KF ഈക്വൽ ടു മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ഫ്ലാഞ്ച്ഡ് ബീംസ്. അതായത് നമ്മളെ L/D ബേസിക് വാല്യൂ നമുക്ക് കോഡിൽ തന്നിട്ടുണ്ട്. L/D നമ്മൾ നേരത്തെ പറഞ്ഞു 7, 20, 26. കാന്റിലിവറിന് 7, വൺ വേക്ക് സിംപ്ലി സപ്പോർട്ടിന് 20, കണ്ടിന്യൂസിന് 26. ഈ ബേസിക് ഫാക്ടറിനെ മാക്സിമം L/D കിട്ടാൻ കുറച്ച് ഫാക്ടറുകൾ കൊണ്ട് മോഡിഫൈ ചെയ്യണം. ഈ മോഡിഫിക്കേഷൻ ഫാക്ടറിലാണ് നമുക്ക് L/D ബേസിക് നമ്മൾ അറിയാം, സിംപ്ലി സപ്പോർട്ടർ ആകുമ്പോൾ 20 ആണ്, നമ്മൾ നേരത്തെ ടാബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ടെൻഷൻ റീൻഫോഴ്സ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇതാണ് ആ ടേബിൾ പേജ് 37 കൊടുത്ത ടേബിൾ ഇതാണ്. ഈ ടേബിളിൽ നിന്നാണ് നമുക്ക് KT ന്റെ വാല്യൂ കിട്ടുന്നത്. KT യുടെ വാല്യൂ ആണ്, മോഡിഫിക്കേഷൻ ഫാക്ടറിന്റെ വാല്യൂ ആണ് ഈ Y ഡയറക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് X ഡയറക്ഷനിൽ എന്തൊക്കെയാണ് ഇതിൽ ഉള്ള. കുറെ കർവുകളുണ്ട്, കുറെ കർവിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ഇതിൽ നമുക്ക് FS എന്നുള്ളൊരു വാല്യൂ ആണ്. FS ന്റെ ഇക്വേഷൻ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. FS എന്ന് പറഞ്ഞാൽ സ്റ്റീൽ സ്ട്രെസ് ഓഫ് സർവീസ്. ഇതാണ് സർവീസ് ലോഡ് വെച്ചിട്ട് എത്ര സ്ട്രെസ് വരുന്നുണ്ട് എന്നുള്ളതാണ് FS പറയുന്നത്. FS ന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ഇക്വേഷൻ ഇവിടെ പുട്ട് ചെയ്തിട്ടുണ്ട്. 0.58 FI AST, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ റിക്വയർഡ് ബൈ ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡഡ്. ഇതാണ് 0.58 FI AST റിക്വയർഡ് ബൈ AST പ്രൊവൈഡഡ്. ഇത് വാല്യൂ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. AST റിക്വയർഡ് ഉണ്ട്, AST പ്രൊവൈഡഡ് ഉണ്ട്. ഇനി എന്താണ് വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് X ഡയറക്ഷനിൽ പെർസെന്റേജ് ഓഫ് ടെൻഷൻ റീൻഫോഴ്സ്മെന്റ്. ടെൻഷൻ റീൻഫോഴ്സ്മെന്റ് പെർസെന്റേജ്, അതായത് 100 AST by BD. അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഗ്രാഫ് നമ്മൾ വാല്യൂ പുട്ട് ചെയ്യാം. അതാണ് ചെയ്യാൻ പോകുന്നത്. ഇനി പെർസെന്റേജ് ഓഫ് ടെൻഷൻ റീൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ 100 AST by BD ആണ്. ഇത് ടെൻഷൻ റീൻഫോഴ്സ്മെന്റ് ആയതുകൊണ്ട് ഹാഫ് പോർഷൻ എടുക്കണ്ട. 100 into 560.99 by 1000 into 180, 0.311 ആണ് എന്ത്, പെർസെന്റേജ് ഓഫ് ടെൻഷൻ റീൻഫോഴ്സ്മെന്റ്. ഇനി FS കാൽക്കുലേറ്റ് ചെയ്യുക. FS എന്ന് പറഞ്ഞാൽ 0.58 FI by AST റിക്വയർഡ് ബൈ AST പ്രൊവൈഡഡ്. 0.58 into 415 into AST റിക്വയർഡ് എത്രയാണ്? 530. നമ്മൾ റിക്വയർഡ് ഉള്ളത് 530 ആയിരുന്നു, പക്ഷെ നമ്മൾ 560.99 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ FS എന്ന് പറഞ്ഞാൽ 227 ആണ്. അപ്പൊ നമുക്കറിയാം FS ന്റെ വാല്യൂ 240, 190, 145, 120. ഈ 240ക്കും 190ക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് 227. അപ്പൊ ഇടയ്ക്കുള്ള ഒരു കർവിൽ നമുക്ക് എന്ത് ചെയ്യണം? പെർസെന്റേജ് ഓഫ് ടെൻഷൻ റീൻഫോഴ്സ്മെന്റ് 0.31 ആണ്, അതായത് 0.4 ആണ്. അപ്പോൾ 0.3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ഈ രണ്ട് കർവിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? 240ക്കും 190ക്കും ഇടയ്ക്കുള്ള ഒരു കർവിൽ നിന്ന് നമുക്ക് പുട്ട് ചെയ്യണം. അപ്പൊ ഏകദേശം നമുക്ക് 240ക്കും 190ക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1.4 അല്ല വരിക, 1. അപ്പൊ നമുക്ക് 240ക്കും 190ക്കും ഇടയിലാണ് നമ്മുടെ 220 സംതിങ് വരുന്നത്. ആ രണ്ട് കർവിന് ഇടയ്ക്ക് 0.3 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു വാല്യൂ പുട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു പോർഷനിൽ വരും. ഏകദേശം ഒരു വാല്യൂ കിട്ടിയാൽ മതി. എന്നിട്ട് അപ്പോൾ 1.8, ഏകദേശം നമുക്ക് 1.6നും 2ക്കും ഇടയ്ക്ക് 1.8 അസുണ്ട്. KT യുടെ വാല്യൂ 1.8 ആണ്. ഇനി KCയും KF ഉണ്ട്. ഈ KCയും KF എന്ന് പറയുന്നത് ഫ്ലാഞ്ച് ബീം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഫാക്ടർ എന്ത് ചെയ്യാം? 1 എടുക്കാം. KC എന്ന് പറയുന്നത് നമുക്ക് ടേബിൾ ഉണ്ട്, നിങ്ങൾക്ക് ആ പേജിൽ തന്നെ ടേബിൾ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. KF ന്റെ വാല്യൂ KC യുടെ വാല്യൂ 1 തന്നെയാണ്. അതായത് സ്റ്റീലിന്റെ KC യുടെ വാല്യൂ ആ ടേബിളിൽ നിന്ന്
നമുക്ക് പുട്ട് ചെയ്യാൻ പറ്റും. IS per 56 2000 പേജ് 37 നിങ്ങൾക്ക് അതിന്റെ വാല്യൂ ഇതാണ് മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ്. KC എന്ന് പറയുന്ന വാല്യൂ ആണ് ഇത്. ഇതിൽ പെർസെന്റേജ് ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് തന്നെ 0.3 സംതിങ് വരുന്നത്. കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് അത് പകുതി, ഏകദേശം ഈ ഒരു പോർഷനിലാണ് നമ്മുടെ വാല്യൂ വരിക. അപ്പോൾ 1 തന്നെയാണ് 1.1 ഏകദേശം 1 തന്നെയാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 തന്നെയാണ് മോഡിഫിക്കേഷൻ ഫാക്ടർ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിൾ ഇതാണ് IS 456 പേജ് 38 ടേബിൾ ആണ്. KTയുടെ മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. KC എന്നുള്ള മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടുന്നതിന് വേണ്ടി ടേബിൾ ഇതാണ്. നമുക്ക് അതിന്റെ വാല്യൂ 1 തന്നെയാണ് കിട്ടുന്നത്. ഇനി ഫ്ലാഞ്ചർ ബീം ആണെങ്കിൽ ഈ ടേബിളും കൂടെ ഉപയോഗിക്കും. അത് കാണിച്ചു തന്നത് മാത്രം. അപ്പോൾ നമുക്ക് നോർമൽ കേസിൽ KTയുടെ വാല്യൂ ഈ കേസിൽ 1.8 ആണ്. അപ്പോൾ നമുക്ക് L/D മാക്സിമം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. L/D മാക്സിമം ഈക്വൽ ടു L/D ബേസിക് ഇൻറ്റു KT, KC, KF. KC, KF 1 ആയതുകൊണ്ട് 20 into 1.8. You will get value 36. ഇനി നമുക്ക് L/D എത്രയാണോ ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ വെച്ച് നമ്മൾ എത്രയാണോ L/D പ്രൊവൈഡ് ചെയ്തുള്ളത് നോക്കാം. നമ്മുടെ വാല്യൂ സ്ലാബിന്റെ വാല്യൂ സ്പാൻ എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ഷോർട്ടർ സ്പാന്. ഡെപ്ത് എന്ന് പറയുന്നത് സ്മോൾ d എന്ന് പറഞ്ഞാൽ 0.18 ആണ്. യു വിൽ ഗെറ്റ് ദ വാല്യൂ 22.22. അപ്പോൾ L/D മാക്സിമം എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്തതിനേക്കാൾ കുറവായതുകൊണ്ട് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ഈസ് ഓക്കെ. നമുക്കറിയാം 36 ആണ് L/D മാക്സിമം കിട്ടുന്നത്. L/D പ്രൊവൈഡ് കിട്ടുന്നത് 22.22 ആയതുകൊണ്ട് ഡിഫ്ലക്ഷന്റെ ചെക്കും ഓക്കെ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുന്നത്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. എത്രത്തോളം മനസ്സിലായി നല്ല ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇനി നമുക്ക് ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത് അടുത്ത ചെക്കിലോട്ട് പോകാം. ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത് ഇതിന് IS 456 പേജ് 37 തന്നെയാണ് ഡെവലപ്മെന്റ് ലെങ്ത്തിലുള്ള ചെക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ പേജ് ഒന്ന് കാണാം. സോറി, അതല്ല പേജ്. ഡെവലപ്മെന്റ് ലെങ്ത്തിനുള്ള പേജ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ചെക്ക് ചെയ്തിട്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഫയല് ഹൈപ്പർ ലിങ്ക് ചെയ്ത് മാറിപ്പോയതാണ്. ഓക്കെ. LD എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1.3 m1/v പ്ലസ് L0. ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്തിൽ ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ പേജ് 44 ആണ്. അത് തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഡെവലപ്മെന്റ് ലെങ്ത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1.3 m1/v പ്ലസ് L0. അപ്പോൾ M1 എന്താണ്, V എന്താണ്, L0 എന്ന് നോക്കാം. ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.87 Fi 5/4 tau BD ആണ് ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ. 0.87 into 415 into 415 സ്റ്റീലിന്റെ ഗ്രേഡ് 10 mm ആണ് നമ്മുടെ ഡയമീറ്റർ. മെയിൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡെവലപ്മെന്റ് ലെങ്ത് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അറ്റ് സപ്പോർട്ട്. കാരണം ഡെവലപ്മെന്റ് ലെങ്ത് നിങ്ങൾക്ക് അറിയാം എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെന്ററിലൊന്നും എന്ത് ചെയ്യില്ല, ഒറ്റ ബാർ സ്ട്രൈറ്റ് തന്നെ എടുക്കുക. സപ്പോർട്ടിലൂടെ നിന്ന് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 0.87 415 into 10/4 into tau BD എന്ന് പറയുന്നത് 1.4 1.6 വരാൻ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൈൽഡ് HYSD ബാറിന് 60% ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്ന് ചെക്ക് ചെയ്താൽ മതി, ആ വാല്യൂ കിട്ടും. അപ്പോൾ LD equal to 402.958 mm ആണ് LDയുടെ വാല്യൂ. ഇനി M1 എന്താണ്? M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് തന്നെയാണ്. ആസ് പെർ ദ ലോഡിംഗ് എത്രയാണ് M1 വാല്യൂ വരുന്നത്? 0.87 FI/AST D1 minus FI/AST BD FCK ആണ് വരുന്നത്. 0.87 415 FI 415 AST എന്ന് പറയുന്നത് 560.99/2 എടുക്കാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ സപ്പോർട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ലെങ്ത് ചെക്ക് ചെയ്യുന്നത്. സപ്പോർട്ടിൽ ഞാൻ പറഞ്ഞു ടെൻഷൻ സ്റ്റീൽ പകുതിയാക്കി നമ്മൾ കർട്ടൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ പകുതിയാണ് നമ്മൾ എടുത്തുള്ളത്. ഇൻറ്റു 180 ഇൻറ്റു 1 മൈനസ് 415
560.9 by 2000 into 180 into 25, FCK 25. You will get M1 equal to 17.575 kilonewton meter. ഇനി V എന്ന് പറയുന്നത് മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് WL/2 15/411/2 31.35. നമുക്ക് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത സാധനമാണ്, വീണ്ടും കാണിച്ചു മാത്രം. ഇനി നമുക്ക് ആ ഇക്വേഷനിൽ എന്താണ് പുട്ട് ചെയ്യാനുള്ളത്? L0 എന്താണെന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. L0 എന്ന് പറയുന്നത് ആ പേജ് 44 തന്നെ പറയുന്നുണ്ട്, ആങ്കറേജ് ബിയോണ്ട് ദ സെന്റർ ഓഫ് സപ്പോർട്ട് പ്ലസ് ഇക്വലന്റ് ആങ്കറേജ് വാല്യൂ ആണ്. സെന്റർ ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് എത്രത്തോളം ആങ്കറേജ് അങ്ങോട്ട് പോകാൻ പറ്റും, പ്ലസ് നമ്മൾ വെന്റോ ഹുക്കോ കൊടുക്കുന്നുണ്ടെങ്കിൽ ആങ്കറേജ് വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, അതിന്റെ വാല്യൂ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം സപ്പോർട്ടിലെ വാല്യൂ എന്ന് പറയുന്നത് ഡെപ്ത് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 230/2 ആണ്. 230 ആണ് സപ്പോർട്ടിന്റെ വിഡ്ത്ത്. ബിയോണ്ട് ദ സെന്റർ ഓഫ് ദ സപ്പോർട്ട് നമുക്ക് എത്ര കിട്ടും? സപ്പോർട്ടിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഇത് 230ന്റെ പകുതി. ഇവിടുന്ന് എത്രത്തോളം ഇങ്ങോട്ട് പോകാൻ പറ്റും? പക്ഷെ ഫുൾ ആയിട്ട് പോകാൻ പറ്റുമോ? ഇവിടെ ഒരു കവറിംഗ് എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ 230/2 മൈനസ് കവറിംഗ് 20, അതായത് സ്ലാബിൽ റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങനെ കയറി വന്നിട്ട് എത്രത്തോളം ഇങ്ങോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. എത്രത്തോളം ഫുൾ ആയിട്ട് പോകാൻ കഴിയില്ല, അപ്പൊ എന്തെങ്കിലും ബെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ പോകാൻ പറ്റുന്ന വാല്യൂ ആണ് 230/2 മൈനസ് 20 mm ആണ് നമ്മുടെ കവർ വരുന്നത്. 20 സൈഡിൽ കവറിംഗ് വരുന്നത് 20 mm ആണ്. ബൈ മൈനസ് 20 പ്ലസ് ഇക്വലന്റ് ആങ്കറേജ് വാല്യൂ എന്ന് പറയുന്നത് 8 ടൈംസ് ഡയമീറ്റർ, അതായത് നമ്മളിവിടെ 90 ഡിഗ്രി ബെൻഡ് ആണ് കൊടുക്കുന്നത്. അപ്പോ 8 ടൈംസ് 5 എന്ന് പറയുന്നത് 8 4585 90 ഡിഗ്രി ബെൻഡിന് 85 ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നു. 8 into 10 എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. 8 into 10 you will get the value 175 mm. L0 175 കിട്ടി. ഇനി നമ്മൾ ഇക്വേഷനിൽ പുട്ട് ചെയ്യാം. 1.3 M1/V plus L0. 1.3 എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു 17.57. ഇതിൽ 1.3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേജ് 44 നോക്കി കഴിഞ്ഞാൽ M1/V plus L0 മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിന്റെ താഴെ ഒരു ക്ലോസ് ഉണ്ട്, 30% ഇൻക്രീസ് ചെയ്യാൻ 1.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള ക്ലോസ് ഉണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. പേജ് 44 കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ കൂടുതൽ വലിച്ചു വരുന്നിട്ടുണ്ടെന്ന് കരുതിയിട്ടാണ് ഷോർട്ടായിട്ട് പറയുന്നത്. പേജ് 44 ഒന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യണം, ഒന്ന് വായിച്ചു നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. കാരണം വൺ വേ സ്ലാബിന്റെ ഡിസൈൻ ഒക്കെ എത്ര കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ ചെക്കും കാര്യങ്ങളും ചെയ്യാൻ നിന്നാൽ ഒരുപാട് ഉണ്ടാവും. ജസ്റ്റ് ഫോർ ചെക്ക് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. 1.3 M1/V plus L0. 1.3 into M1 എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 17.575 ബൈ ഷിയർ ഫോഴ്സ് V 31.35 പ്ലസ് 0.175. 0.175 ആയത് എന്തുകൊണ്ടാണ്? MM-ലോട്ട് മാറ്റിയതാണ്. യു വിൽ ഗെറ്റ് ദ വാല്യൂ 0.903, i.e. 903 mm. 903 mm ആണ് നമ്മുടെ ഈ ഇക്വേഷനിൽ പുട്ട് ചെയ്യുന്ന കാര്യം. അത് എന്ത് ചെയ്യാൻ പാടില്ല? ഡെവലപ്മെന്റ് ലെങ്ത് എത്രയാണ് കിട്ടിയത്? 402.958. നമ്മളെ ഇക്വേഷൻ എങ്ങനെയാണ്? LD should not be greater than 1.3 M1/V L0. ഈ ഒരു വാല്യൂ LD എന്ത് ചെയ്യാൻ പാടില്ല? ഇതിനേക്കാളും കൂടാൻ പാടില്ല. ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയാണ്? 9.903 mm ആണ്. LDയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 402.958 ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് എന്താണ്, നമുക്ക് ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്തും ഓക്കെ ആണ്. ഇതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ചെക്കുകൾ കഴിഞ്ഞു. നമ്മൾ ഡിസൈൻ സ്റ്റെപ്സുകൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് വെച്ച് ഞാൻ കുറച്ച് പൗസ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അതിലെന്തെങ്കിലും വീഡിയോയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയണം. ഇനി അപ്പൊ നമ്മുടെ സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞു. ചെക്ക് ഫോർ ഷിയർ കഴിഞ്ഞു, ഡിഫ്ലക്ഷൻ കഴിഞ്ഞു, ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ചെക്കും കഴിഞ്ഞു. എല്ലാം ചെക്കും ഓക്കെയാണ്. നമ്മൾ പ്രൊസീഡ് വിത്ത് ദ ഡിസൈൻ. നമ്മൾ ചെയ്ത ഡെപ്തും സ്റ്റീലിലും വെച്ചിട്ട് നമുക്ക് ഡിസൈൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഏത് ഡിസൈൻ സ്റ്റെപ്പുകൾ കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസൈൻ റിസൾട്ട്സുകളായിട്ട് പ്രത്യേകം ടാബുലർ ഫോം ആക്കിയിട്ട് തന്നെ എഴുതണം. ഡിസൈൻ റിസൾട്ടുകൾ എന്താണ്? ഡെപ്ത് ഓഫ് ദ സ്ലാബ് ഈക്വൽ ടു 200 mm, മെയിൻ റീഇൻഫോഴ്സ്മെന്റ് 10.5 at 140 mm സെന്റർ ടു സെന്റർ, സെക്കൻഡറി റീഇൻഫോഴ്സ്മെന്റ് ഈക്വൽ ടു 8.5 at 200 mm സെന്റർ ടു സെന്റർ. ഇത് മാത്രമല്ല, ഇതിന്റെ ഒരു ഡീറ്റെയിലിംഗ് കൂടി നമ്മൾ ഡ്രോ ചെയ്ത് കാണിക്കണം. ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന ഡീറ്റെയിലും കൂടെ ഇതിനകത്ത് ഡ്രോ ചെയ്ത് കാണിക്കണം. ഇത്രയാണ് ഡിസൈൻ ഓഫ് വൺ വേ സ്ലാബിൽ ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, കാരണം ഇത് ഒറ്റ സ്ട്രെച്ചിൽ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുക. IS കോഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, IS കോഡ് റീഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇക്വേഷൻസ് പുട്ട് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പം ഏകദേശം ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഡിസൈൻ സ്റ്റെപ്പുകൾ നമുക്ക് ഒന്നുകൂടെ
റിവൈസ് ചെയ്യാം. ജസ്റ്റ് ഡിസൈൻ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ഫസ്റ്റ് നമ്മൾ ഒരു സ്ലാബിന്റെ പ്രോബ്ലം കിട്ടിയാൽ ഫസ്റ്റ് എന്താണ് വേണ്ടത് Ly/Lx നമുക്ക് ഡിസൈൻ സ്റ്റെപ്പുകൾ ഒന്നുകൂടെ നോക്കാം. Ly/Lx നമ്മൾ എന്ത് ചെയ്യണം Ly/Lxകൾ നോക്കിയിട്ട് ഷോർട്ടർ സ്പാൻ ആണോ സോറി 1 വേ സ്ലാബ് ആണോ 2 വേ സ്ലാബ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ആദ്യം വേണ്ടത്. 1 മിനിറ്റ് ഡിസൈൻ സ്റ്റെപ്സ് പിന്നെ L/D റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക, കാൽക്കുലേഷൻ ഓഫ് എഫക്റ്റീവ് സ്പാൻ ചെയ്യുക, ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക, അണ്ടർ റീൻഫോഴ്സ്ഡ് ആണോ റോവർ റീൻഫോഴ്സ്ഡ് ആണോ നോക്കുക, ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യുക, ചെക്ക് ഫോർ ഷിയർ ഡിഫ്ലക്ഷൻ ആൻഡ് ഡെവലപ്പ് ലെങ്ത് ചെയ്യുക. ഇത്രയാണ് നമുക്ക് 1 വേ സ്ലാബിന്റെ ഡിസൈൻ ഉള്ളത്. അപ്പം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ മുഖഭാവം ഒന്നും കാണാത്തതുകൊണ്ട് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ചോദിക്കണം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം. പിന്നീട് നിങ്ങളുടെ അറ്റൻഡൻസ് അവസാനം വാട്സാപ്പ് ഗ്രൂപ്പിൽ ഗൂഗിൾ ഫോമിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം പറയുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിൽ വീഡിയോയുടെ അവസാനം ലിങ്ക് വരുന്നത് ഒരു 10 മിനിറ്റ്സ് ടൈം തരാം. അറ്റൻഡൻസ് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം. ഗൂഗിൾ ഫോം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇതിന്റെ സ്ലൈഡ്സ് തരാം എന്ന് കരുതി അത് അതുപോലെ കോപ്പി ചെയ്ത് എന്ത് ചെയ്ത് വെക്കരുത്. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ലെക്ചർ നോട്ട് പോലെ എഴുതിയാൽ മതി. നോട്ട് 1 ഇലാബറേറ്റ് ആവണം എന്നുള്ള വാശി എനിക്കില്ല. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുക, പ്രോബ്ലം എഴുതുക. ഇനി നിങ്ങൾക്ക് എന്തായാലും 1 വേ സ്ലാബിന്റെ ഒരു പ്രോബ്ലം അസൈൻമെന്റ് ആയിട്ട് തരും. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡിസൈൻ പ്രോബ്ലംസ് ആണ്. ഇനിയിപ്പോൾ അടുത്ത നമുക്ക് എടുക്കാനുള്ളത് 2 വേ എന്താണ് 1 വേ സ്ലാബ് തന്നെ കണ്ടിന്യൂസും കാന്റിലിവറും ആണ്. അപ്പോൾ കണ്ടിന്യൂസ് വരുമ്പോൾ കുറച്ച് ചേഞ്ചസ് വരും. ലോഡിങ്ങിന്റെ കേസും മാക്സിമം ബെൻഡിങ് മൊമെന്റ് എടുക്കുന്ന കേസുകളൊക്കെ കുറച്ച് ചേഞ്ചസ് വരും. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ആ ചേഞ്ചസ് മാത്രം പറഞ്ഞേ പോവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി ഈ സ്റ്റെപ്പുകളെല്ലാം ആവർത്തിക്കാൻ തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരുപാട് ഈ ലെങ്തി ആവും ക്ലാസ്. മാത്രമല്ല നിങ്ങൾ ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പുകളെല്ലാം തറവാക്കി വെക്കുക. IS 456 ആണ് നമ്മുടെ വേദപുസ്തകം, അത് മനസ്സിലാക്കുക. നമ്മളെ വേദപുസ്തകം എന്ന് പറയുന്നത് എന്താണ്, IS 456 ആണ്. അത് തറവായിട്ട് എന്ത് ചെയ്യണം, എപ്പോഴും റീഡ് ചെയ്യണം. നിങ്ങൾക്ക് ഭാവിയിലും അത് ഒരുപാട് ഉപകാരപ്പെടും. നിങ്ങൾ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലോ അല്ലെങ്കിൽ എന്ത് ജോലി എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന അവർ ആരെങ്കിലും എന്ത് പറഞ്ഞാൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറയുമ്പോൾ IS 456 ഇങ്ങനെയാണെന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യണം, IS കോഡ് പ്രത്യേകിച്ച് കോൺക്രീറ്റിന്റെ ഡിസൈൻ ആയിട്ടുള്ള IS 456 2000 എന്ത് ചെയ്യണം, കൂടുതലായിട്ട് വായിക്കണം. ആ ഇതിൽ വന്ന ഞാൻ ഒരുപാട് പേജുകൾ അതിൽ വരുന്ന ഇക്വേഷൻസ് അതിൽ നിന്ന് എടുത്ത പേജുകളൊക്കെ നോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും നിങ്ങൾക്ക് മിസ്സായി സാർ ഈ ഇക്വേഷൻ എവിടുന്നാ വന്നതെന്ന് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.